ഹായ് ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി PSCയുടെ മറ്റൊരു ലൈഫ് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹ്യൂമൻ ബോഡിയിലെ വളരെ പ്രധാനപ്പെട്ടൊരു സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാർബൺ ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹോർമോണുകളുടെ സെക്രീഷൻസ് നടക്കുന്നുണ്ട്. വിശപ്പ് അറിയുന്നുണ്ട്. വിശപ്പില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നുണ്ട്. സെല്ലുകൾ നശിക്കുന്നുണ്ട്. മുറിവുണ്ടാകുന്നുണ്ട്. മുറിവുകൾ ഹീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശരിക്കും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ തന്നെ നമ്മുടെ ബോഡിക്കകത്ത് ഇഷ്ടം മാതിരി ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വോളണ്ടറി ആക്ഷൻസ്, ഇൻവോളണ്ടറി ആക്ഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില ആക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നടക്കുക, ഓടുക, സംസാരിക്കുക, ഒരു ദൃശ്യം കാണുക, എന്തെങ്കിലും വസ്തു എടുക്കുക, നീക്കുക, ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് നമ്മുടെ തന്നെ വിഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങളാണ്. എന്നാൽ അതല്ലാണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാണ്ട് ശരീരത്തിൻ്റെതായ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പ്രവർത്തന മേഖലകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹൃദയം, ഇടിപ്പ്, ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമൊന്നുമല്ല. ഹാർട്ടിന് തോന്നുമ്പോൾ ഹാർട്ട് ബീറ്റും ഇല്ലാത്തപ്പോൾ ഇല്ല എന്ന് പറയുന്ന മാതിരിയാണ്. അതുപോലെ നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്ന ഹോർമോണൽ സെക്രീഷൻസ്, ഇതൊക്കെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കുറേ ആക്ഷൻസ് ഉണ്ട്. ബ്രെയിനിൽ നടക്കുന്ന ന്യൂറോൺ ഫയറിങ്സ് അല്ലെ, സിഗ്നലുകൾ പാസ് ചെയ്യുന്നത്, കേൾക്കുന്നത്, കാണുന്നത്, ഇതിൽ പലതും ഈ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുന്നു, ഇവിടെ ക്ലാസ്സിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിയാണ്ട് തന്നെ ഇതിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ശ്വസനം എന്ന് പറയുന്നത്. ഞാൻ ശ്വാസം എടുത്തും പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ അത് ഞാൻ ബോധേഡല്ല, ഞാൻ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. കാരണം ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതല്ല, നമ്മൾ ശ്രദ്ധ കൊടുക്കുക. ഈവൻ ദോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിൽ ഡൈജഷൻ നടക്കുന്നുമുണ്ട്. അല്ലാതെ ഞാൻ സംസാരിച്ചൊക്കെ തീർന്നിട്ട് ഡൈജഷന് വേണ്ടി ഒരു പ്രത്യേക സമയം കൊടുക്കാമെന്ന് പറയുന്ന രീതിയിലൊന്നും അല്ല ഡൈജഷനും നടക്കുക എന്നുള്ളത്. സൈമൾട്ടേനിയസ് ആയിട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ ബോഡിയിൽ, സൈമൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ ഒരേ സമയത്തും അതുപോലെ അതല്ലാതെ വെവ്വേറെ സമയങ്ങളിൽ, വിവിധ സമയങ്ങളിലായും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാ കണ്ടുള്ളത്? ഒരുപാട് ജോലികൾ ചെയ്യുന്ന, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ക്രോഡീകരിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ആൾക്കാരുടെ ആവശ്യമുണ്ട്. അവരെ നമ്മൾ പൊതുവെ കോർഡിനേറ്റേഴ്സ് എന്ന രീതിയിൽ വിളിക്കാറുമുണ്ട്. ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ PSC പഠിക്കുന്ന കുട്ടികളാണ്. PSC പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന റോളിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടാവും. ക്ലാസ് കോർഡിനേറ്റ് അറിയണം, അല്ലെങ്കിൽ ബാച്ച് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. പല ക്ലാസ്, പല കുട്ടികൾ ഏതൊക്കെ ക്ലാസ്സിന് പോകണം, ഏതൊക്കെ അധ്യാപകർ ക്ലാസ് എടുക്കും, എത്ര സമയത്തെ ക്ലാസ് വരുന്നുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കുട്ടികളിലേക്ക് ക്ലാസ് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി അത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. നമ്മളൊരു ടൂർ പോകുന്ന സമയത്ത്, യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് പേര് അടങ്ങുന്ന ഒരു ടൂറാണ്. ഒറ്റയ്ക്ക് പോകുന്ന ടൂറാണെങ്കിൽ ആവശ്യമില്ല. ഒരുപാട് പേര് അടങ്ങുന്ന ഒരു ടൂറാണ്. ഒരു റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് പോവുകയാണ്, ഇല്ലെങ്കിൽ ഒരു കോളേജ് ടൂർ പോവുകയാണ്. ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ഈ ടൂറിന് ഒരു കോർഡിനേറ്ററെ നിയമിക്കാറുണ്ട്. ശരിയല്ലേ? അതായത് ഈ ടൂറിനെ ഫ്ലോലെസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കാനും അരുതാത്ത കാര്യങ്ങൾ നടക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരാളെ ചുമതലപ്പെടുത്താറുണ്ട്, ടൂർ കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടൊരാൾ. അപ്പോൾ ഇങ്ങനെ കോർഡിനേറ്റേഴ്സ് ചെയ്യുന്ന പ്രധാന പണി കോർഡിനേഷനാണ്. വിവിധ കുട്ടികളെ ഒരുമിച്ച് കൊണ്ടിരുന്നു, ടീച്ചേഴ്സിനെ ഒരുമിച്ച് കൊണ്ടിരുന്നു, വാഹനം ഒരുമിച്ച് കൊണ്ടിരുന്നു, വാഹനത്തിന് ഡ്രൈവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കുന്നു, പല ഡെസ്റ്റിനേഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പാക്കുന്നു, അവിടത്തേക്ക് വേണ്ടി ടിക്കറ്റ് എൻട്രി കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഇങ്ങനെ കുട്ടികളുടെ ഈ യാത്ര കോർഡിനേറ്റ് ചെയ്ത് സുഖമായി പോയി തിരികെ വരാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു പ്രോസസ്സിനെ മുഴുവനായി, ആ ഒരു പ്രവർത്തനം മുഴുവനായിട്ട് സീംലെസ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. വളരെ വലിയൊരു ജോബാണ്. ഏതൊരു സംവിധാനത്തിലും കോർഡിനേറ്റർമാർ കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തോട് ചെയ്യുന്നത്. വിത്തൗട്ട് ദാറ്റ് കോർഡിനേഷൻ ഏതൊരു പ്രോഡക്റ്റും ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് നത്തിങ്. അതിപ്പോൾ ഒരു ക്ലാസ് ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, കോർഡിനേറ്റർ ഇല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് പ്രയോജനം. ഇത് കോർഡിനേറ്റ് ചെയ്യപ്പെടണം. എത്തേണ്ടിടത്തേക്ക്, എത്തേണ്ട സമയത്ത്, എത്തേണ്ട രീതിയിൽ എത്തേണ്ട ക്വാണ്ടിറ്റിയിൽ എത്തണം എന്നുള്ളത് കോർഡിനേറ്റേഴ്സ് ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിലും ഒരു മെക്കാനിസം വേണം എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തൊക്കെ കൂട്ടുപ്രവർത്തനങ്ങൾ നടക്കണം,
എന്തൊക്കെ സബ്സിഡിയറി പ്രവർത്തനങ്ങൾ നടക്കണം, എന്തൊക്കെ റെസിഡ്യുവറി പ്രവർത്തനങ്ങൾ നടക്കണം എന്നീ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനും ഡിസിഷൻസ് എടുക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ഏജൻറ്റിനെ ആവശ്യം. നമ്മുടെ ശരീരത്തിൽ വലിയൊരു ബോഡിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെക്കാനിസമാണ് ഹ്യൂമൻ ബോഡി. നമ്മൾ പഠിച്ചതാണ്. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഹ്യൂമൻ ബോഡിക്കകത്ത് ഇവയെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഈ പറയുന്ന വിവിധ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നാഡീവ്യൂഹം എന്ന് പറയും അല്ലേ, നമ്മുടെ നെർവസ് സിസ്റ്റം. ആ വളരെ പ്രധാനപ്പെട്ട നെർവസ് സിസ്റ്റം, ന്യൂറൽ സിസ്റ്റം എന്നൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്ന സംവിധാനത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കഷൻ പോവുക. ഇന്ന് നെർവസ് സിസ്റ്റത്തിൻ്റെ ആദ്യ ഭാഗമാവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പതിയെ നെർവസ് സിസ്റ്റത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകും. എന്തായാലും 2 ഭാഗങ്ങളിലായിട്ടാണ് നിങ്ങൾക്ക് ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസ് എത്തിക്കാനായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത്. വ്യക്തമായി വൃത്തിയായി പഠിച്ചു പോകേണ്ട ഒരു ഏരിയയാണ്. നമുക്ക് എന്തായാലും പഠിക്കാൻ ശ്രമിക്കാം. പക്ഷേ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളെ കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് പതിയെ ആ സിസ്റ്റത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, സിനാപ്സിസ്, ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സിസ് എന്ന ടേമുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. എന്താണ് ഇതിൽ ശരി ഉത്തരം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി പറയുന്നുണ്ട്. നമുക്കത് അവസാനം എന്തായാലും ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്ലാസ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അത് 2, 3 പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നതാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നതുമാണ് സിനാപ്സിസ് എന്നാണ്, സിനാപ്സ് എന്നാണ് പറയുന്നത്. സിനാപ്സിസ് അല്ല, ക്ഷമിക്കുക, സിനാപ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സിനാപ്സ്, സിനാപ്റ്റ് എന്നീ പറയുന്ന കാര്യം. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു പറയുമ്പോൾ, നെഫ്രോൺ എന്ന് പറയുമ്പോൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതയാണ്, ശരിയല്ലേ? നെഫ്രോൺ ഇസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കിഡ്നി. കിഡ്നിയിൽ വരുന്ന ഒരു സാധനമാണ് നെഫ്രോൺ, അല്ലെങ്കിൽ ഒരു സാധനം എന്നല്ല, കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്. നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിച്ചു അല്ലേ? അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നിയാണ് ആരെന്ന് പറയുന്നത്? നെഫ്രോൺസ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നെഫ്രോണുകളുമായി ബന്ധപ്പെട്ട് നെർവസ് സിസ്റ്റത്തിൽ സിനാപ്സ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടു. നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇപ്പം നമുക്കറിയാം. അതല്ലാണ്ട് ഔട്ട് ഓഫ് എ ബ്ലൂ ചോദിക്കുമ്പോൾ അറിയത്തില്ല. എന്തായാലും സിനാപ്സ് അതിൽ നമ്മൾ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ 1 എന്തായാലും ഉത്തരത്തിൽ വരണ്ട. അപ്പോൾ 1 വരത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം. പിന്നുള്ളത് പേശീകോശത്തിനും ന്യൂറോണുകൾക്കും ഇടയിൽ കാണുന്നു. അതുപോലെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു എന്നുള്ളത് ശരിയാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 3 എന്തായാലും ശരിയായി വരണം. അതിലും 3 ഉണ്ട്. പിന്നെ 2 പേശീകോശങ്ങൾക്കിടയിൽ അല്ല, ഒരിക്കലും പേശീകോശങ്ങൾക്കിടയിൽ മാത്രമായി കാണുന്നല്ല, ഒരു ന്യൂറോൺ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് 4 എനിക്ക് കളയാം. അങ്ങനെ ഓപ്ഷൻ ബിയിലേക്ക് എത്താം. എന്തായാലും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിപ്പോൾ എനിക്ക് പഠിച്ചതുകൊണ്ട് എനിക്കറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ കണക്ട് ചെയ്തതാണ്. അറിയാത്തൊരു കുട്ടിക്ക് ഈ ചോദ്യം എഴുതുക ബുദ്ധിമുട്ട് തന്നെയാണ്, സംശയം ഏതും തന്നെയും ഇല്ല. അപ്പോൾ എന്താണ് സിനാപ്സ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് കൃത്യതയോടുകൂടി ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം എലിമിനേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളത് വ്യക്തം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, മനുഷ്യ ശരീരത്തിൻ്റെ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. നോക്കാം നമുക്ക്. സി, കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് 2 or more organs interact and complement the functions of one another to maintain homeostasis. എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള, അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്റ്റേബിൾ കണ്ടീഷൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം ഓർഗനുകളെ ഒരുമിപ്പിച്ച് ഇൻ്ററാക്ട് ചെയ്ത് കോംപ്ലിമെൻ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു. ഉദാഹരണം, ഡ്യൂറിങ് ഫിസിക്കൽ എക്സസൈസ് എനർജി ഡിമാൻഡ് റൈസസ്. ശരിയല്ലേ? നമ്മളിപ്പം എക്സസൈസ് ചെയ്യുകയാണ്, ഫിസിക്കലി നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എനർജി വേണം. നമ്മൾ സാധാരണ വെറുതെ ഒരാൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തുള്ള എനർജി പോരാ. നമ്മൾ ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് വി നീഡ് മോർ എനർജി. അപ്പോൾ ഈ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മോർ എനർജി വേണം. സോ ഓക്സിജൻ സപ്ലൈ ഇൻക്രീസസ്. കൂടുതൽ എനർജി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, നമ്മൾ എയറോബിക് റെസ്പിറേഷൻ നടത്തുന്ന ഒരു ജീവിയാണല്ലോ. അപ്പോൾ നമുക്ക് എയർ ഇൻടേക്ക് എടുത്തിട്ടാണ് നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ഇൻടേക്ക് എടുത്തിട്ടാണ് നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ആ എനർജിയുടെ പേരാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലേ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി ഡിമാൻഡ് നമ്മുടെ ശരീരം കാണിക്കുന്നു, അല്ലെങ്കിൽ എക്സസൈസ് നമ്മൾ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ തന്നെ കൂടുതൽ എനർജി നമ്മുടെ ശരീരം ഡിമാൻഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, ലീഡിങ് ടു എ ഹയർ റേറ്റ് ഓഫ് റെസ്പിറേഷൻ. അപ്പോൾ എന്ത് കൂടും? അതിനനുസരിച്ച് റെസ്പിറേഷൻ നിരക്ക് കൂടുന്നത് കാണാം.
സോ റെസ്പിറേഷൻ നിരക്ക് കൂടും, കൂടുതൽ എല്ലായിടത്തേക്കും പെട്ടെന്ന് ഓക്സിജൻ എത്തണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് ആണല്ലോ ഓക്സിജൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലോയുടെ നിരക്ക് കൂടേണ്ടി വരും. ബ്ലഡ് ഫ്ലോയുടെ നിരക്ക് കൂട്ടുന്നതിന് വേണ്ടി ഹാർട്ട് ബീറ്റും ബ്ലഡ് ഫ്ലോയും കൂടും. ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് കാണാം. ഹാർട്ട് കൂടുതൽ വേഗത്തിൽ ബീറ്റ് ചെയ്യും. നമ്മൾ സാധാരണ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് അല്ല, ഓടുമ്പോൾ ഉള്ള ഹാർട്ട് ബീറ്റ്. ശരി, വ്യത്യാസമുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? കണ്ടോ? അപ്പോൾ ഓടിയ സമയത്ത് കൂടുതൽ എനർജി ഞാൻ ഡിമാൻഡ് ചെയ്തു. ആ എനർജി ഡിമാൻഡ് ചെയ്യാൻ കൂടുതൽ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ എടുക്കാൻ വേണ്ടി കൂടുതൽ ബ്രീത് ചെയ്തു. അതിനോടൊപ്പം ബ്രീത് ചെയ്ത ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ബ്ലഡ് പെട്ടെന്ന് എല്ലായിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ വേഗത്തിൽ ഹാർട്ട് എന്ത് ചെയ്തു? ബ്ലഡിനെ പമ്പ് ചെയ്യിച്ചു. സി വെൻ എക്സസൈസ് സ്റ്റോപ്പ്, ദ നെർവ്സ്, ലങ്സ്, ഹാർട്ട് ആൻഡ് കിഡ്നി ഗ്രാജുവലി റിട്ടേൺസ് ടു നോർമൽ. എക്സസൈസ് ഒക്കെ നിർത്തി, ഞാൻ ജമ്പിങ് ജാക്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും നോർമലി എന്ത് സംഭവിക്കും? ഈ ഹാർട്ട് റേറ്റ്, അതുപോലെ ബ്ലഡ് ഫ്ലോ നിരക്ക്, എൻ്റെ റെസ്പിറേഷൻ നിരക്ക്, നമ്മൾ കിതയ്ക്കുമല്ലോ. എക്സസൈസ് നല്ല പൊലിച്ച് കുറേ ദൂരം ഓടുകയാണ്, നമ്മൾ ഫോഴ്സ്ഫുള്ളി എയറിന് ഇൻടേക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമുക്ക് വരാറുണ്ട് അല്ലേ? ഫോഴ്സ്ഫുള്ളി എയർ ഇൻടേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റെസ്പിറേഷൻ, നോർമൽ റെസ്പിറേഷനിൽ നമ്മൾ എടുക്കുന്ന എയർ കുറവാണ്. എൻ്റെ ബോഡി കൂടുതൽ എനർജി ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഫോഴ്സ്ഫുള്ളി കാറ്റ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ കിതയ്ക്കുക എന്ന് പറയുന്ന പരിപാടി. ആവശ്യത്തിനുള്ള വായു കിട്ടുന്നില്ല, അപ്പോൾ കൂടുതൽ വായു എടുക്കാൻ എൻ്റെ ബോഡി തന്നെ ശ്രമിക്കുന്നതാണ് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് അപ്പം എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോർമൽ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഇതാരാ കോർഡിനേറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിജൻ വേണം, അപ്പോൾ ലങ്സ് പ്രവർത്തിക്കണം, ഹാർട്ട് പമ്പ് ചെയ്യണം. അപ്പോൾ ലങ്സും ഹാർട്ടും ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ സമയത്ത്, അപ്പോൾ ഹാർട്ടിൽ കൂടുതൽ ബീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് ലങ്സിൽ കൂടുതൽ ഓക്സിജൻ വരുന്നുണ്ട്, ലങ്സിൽ കൂടുതൽ ഓക്സിജൻ വരുന്ന സമയത്ത് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തേക്കുക ഇവിടെ. ശരിയല്ലേ? അപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ ആരാ കോർഡിനേറ്റ് ചെയ്തെടുത്തത്? ദ നെർവസ് സിസ്റ്റം. The functions of muscles, lungs, heart, blood vessels, kidneys are all thus coordinated in this part. ഇനി ഒരു ചെറിയ എക്സാമ്പിളിൽ പോലും ഇതെല്ലാം കോർഡിനേറ്റഡ് ആണെന്നുള്ളതാണ്. മസിൽസ് കോർഡിനേറ്റഡ് ആണ്, മസിൽ കോൺട്രാക്ഷൻസും റിലാക്സേഷൻസും ഉണ്ടാകുന്നുണ്ട്. In the human body, two systems jointly coordinate and integrate the activities of all organs, so they function in a synchronized manner. പരസ്പരം സിങ്ക്രണൈസ് ചെയ്യപ്പെട്ട രീതിയിൽ രണ്ട് സിസ്റ്റംസ് ആണ് ഇവിടെ ഇത്തരത്തിലുള്ള കോർഡിനേഷനുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡിയിൽ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് സിസ്റ്റം എന്ന് പറയുമോ? ഒന്ന് ന്യൂറൽ സിസ്റ്റമാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം നെർവസ് സിസ്റ്റമാണ്. കോർഡിനേഷൻ്റെ നെർവസ് സിസ്റ്റം മാത്രം പോരാ, ആവശ്യത്തിനുള്ള ഹോർമോണുകളുടെയൊക്കെ സെക്രീഷൻ വേണം. അതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹോർമോൺ സെക്രീഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ നെർവുകളും ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സിസ്റ്റമാണ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് സിസ്റ്റംസും, ന്യൂറൽ സിസ്റ്റം ആസ് വെൽ ആസ് ദി എൻഡോക്രൈൻ സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റംസും കോർഡിനേറ്റഡ് ആയിട്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ബോഡിക്ക് ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഇവയിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലുണ്ടായാൽ ഈ കോർഡിനേഷൻ പരാജയപ്പെടും. നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു കാര്യമല്ല. കോർഡിനേഷൻ പരാജയപ്പെട്ടാൽ വളരെ വലിയ അപകടം പോലും ഉണ്ടാകാവുന്ന സാധ്യതയുണ്ട്. ചെറുത് മുതൽ വലിയ അപകടങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കോർഡിനേഷൻ ഫെയിലിയറിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ന്യൂറൽ സിസ്റ്റം അക്യുറേറ്റ് ആയിരിക്കണം, എൻഡോക്രൈൻ സിസ്റ്റം അക്യുറേറ്റ് ആയിരിക്കണം. ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് ഓഫ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ഫോർ ക്വിക്ക് കോർഡിനേഷൻ. ഇപ്പോൾ നമ്മൾ റോഡുകൾ നിർമ്മിക്കുന്നില്ലേ, എല്ലായിടത്തേക്കും റോഡുകൾ നിർമ്മിച്ചു വെച്ചു. ഈ റോഡുകൾ എല്ലായിടത്തേക്കും നിർമ്മിച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് ബസ് സർവീസ് ആരംഭിക്കാൻ പറ്റുക. ബസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിവിടെ 1000 ബസ് ഉണ്ടാക്കി യാർഡിലിട്ടിട്ടുണ്ട്, ഇനി മുതൽ നിങ്ങളുടെ യാത്രാ ക്ലേശങ്ങളൊക്കെ മാറും എന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ അത് പാടെ തെറ്റാണ്. ബസ് എല്ലാം ഉണ്ടാക്കി യാർഡിലിട്ടത് കൊണ്ട് നമ്മുടെ യാത്രാക്ലേശം മാറില്ല. ബസ് നമ്മുടെ വീടുകളിലും നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിലേക്കും ഉള്ള സ്ഥലങ്ങളിലേക്ക് ആ ബസ്സിന് ഓടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംവിധാനം വേണം. അതിന് റോഡ് വേണം. അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെയും അതുപോലെ നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള റോഡ് സർവീസുകൾ ഉണ്ടാകും. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഉറപ്പാക്കുന്നത് റോഡുകളാണ്. ഇങ്ങനെയുള്ള ഈ റോഡുകൾ വരച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ റോഡിലൂടെ ആർക്ക് വരാം? ബസ്സിന് വരാം. എന്നാൽ എൻ്റെ അപ്പോൾ ഈ ബസ്സും വേണം, എന്നാൽ റോഡും വേണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം. ഇപ്പോൾ റോഡുണ്ട്, നല്ല റോഡ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, പക്ഷേ ബസ് സർവീസ് ഇല്ല, അല്ലെങ്കിൽ വാഹന സൗകര്യം ഇല്ല എങ്കിലും എനിക്ക് ഈ പറയുന്ന കോർഡിനേഷൻ അല്ലെങ്കിൽ എൻ്റെ യാത്ര, എൻ്റെ എൻഡ് പോയിന്റിലേക്കുള്ള യാത്ര തടസ്സപ്പെടും, ഇവിടെ നടക്കത്തില്ലല്ലോ. അപ്പോൾ രണ്ടും വേണം. അപ്പോൾ ഇതിൽ ഈ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ, അതായത് റോഡുകൾ പണിതതുപോലെയാണ് ന്യൂറൽ സിസ്റ്റം വർക്ക് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ആസകലം അങ്ങ് നമ്മൾ പറയാറില്ല, ഇങ്ങ് ഉച്ചി മുതൽ ഉപ്പൂറ്റി വരെ നമ്മൾ പറയും, ആപാരചൂടം എന്നൊക്കെ നമ്മൾ പറയുന്ന പരിപാടി അല്ലേ. അപ്പോൾ ഇത് ഉറപ്പാക്കുന്നത് ഈ ന്യൂറൽ സിസ്റ്റമാണ്. എല്ലായിടത്തേക്കും കണക്ഷൻ പോയിട്ടുണ്ട് എന്നുള്ളത്, എല്ലാ പോയിന്റിലേക്കും നമ്മുടെ വിരലിൻ്റെ ടിപ്പിൽ പോലും ഈ ഞരമ്പുകൾ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുന്നത് ഈ ന്യൂറൽ സിസ്റ്റമാണ്. പിന്നെ
ഇവിടേക്ക് വേണ്ട കെമിക്കൽ ഇൻറ്റഗ്രേഷൻ, കെമിക്കലി ഓരോ ഉത്തേജനങ്ങൾ കൊടുക്കുന്നതിനും സപ്രസ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പണി നടത്തുന്നത് എൻഡോക്രൈൻ സിസ്റ്റവുമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് ഓഫ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ഫോർ ക്വിക്ക് കോർഡിനേഷൻ. whereas the endocrine system provides chemical integration. ചില കെമിക്കലുകൾ ബോഡിക്കുള്ളിൽ ബയോകെമിക്കൽസ് നമുക്ക് പറയാൻ പറ്റുന്ന ഐറ്റംസ് സെക്രീറ്റ് ചെയ്തിട്ട് ഹോർമോണുകൾ എന്ന രീതിയിൽ സെക്രീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, കെമിക്കൽ ഇൻറ്റഗ്രേഷൻ സാധ്യം ആക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം സെറ്റാണ്. നോർമലി റെസ്പോൺസസ് ഒക്കർ വെൻ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ബൈ റിസപ്റ്റേഴ്സ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിസപ്റ്റർ സെല്ലുകളുണ്ട്. ഉദാഹരണം നമ്മുടെ സെൻസ് ഓർഗൻസ് നമ്മൾ പറയുന്ന ഐറ്റംസ്. സോ ഈ സെൻസ് ഓർഗൻസിന് ഒരു പ്രത്യേകതയുള്ളത്, അല്ല സെൻസ് ഓർഗൻസിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചുറ്റുമുള്ള പല ചേഞ്ചസിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സെൻസ് ഓർഗൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ മൂക്ക് ഉപയോഗിച്ച് നമ്മൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട് ബ്രെയിനിൽ. അപ്പോൾ മൂക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്മെല്ലിനെ ക്യാപ്ചർ ചെയ്യും. സ്മെല്ല് ക്യാപ്ചർ ചെയ്തിട്ട് പല വ്യത്യാസങ്ങളും മനസ്സിലാക്കും. ചെവികൾ ഉപയോഗിച്ചിട്ട് സൗണ്ട് കേൾക്കുന്നത് നമ്മൾ തിരിച്ചറിയും. കണ്ണുപയോഗിച്ചിട്ട് ചുറ്റുമുള്ള വസ്തുക്കളെ കണ്ട് ലൈറ്റിനെ സെൻസ് ചെയ്തിട്ട് നമ്മൾ വസ്തുക്കൾ തിരിച്ചറിയും. അപ്പോൾ ഇതിനെല്ലാം ഇത്തരത്തിൽ സിഗ്നലുകളെ അകത്തേക്കെടുത്ത് സെൻസ് ചെയ്യുന്ന സംവിധാനങ്ങളെയാണ് റിസപ്റ്റേഴ്സ് എന്ന രീതിയിൽ വിളിക്കുക. എന്താ വിളിക്കാൻ? റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ഈ റിസപ്റ്റേഴ്സിന് കിട്ടുന്ന എല്ലാ സിഗ്നലുകളെയും നമുക്ക് എന്ത് പറയാം? സ്റ്റിമുലസുകളാണെന്ന് പറയാം. എന്ത് പറയാം? സ്റ്റിമുലസുകളാണെന്ന് പറയും. ഇപ്പോൾ എന്നെ ഒരാൾ തൊട്ടു, ഞാൻ അറിയുമല്ലോ, തീർച്ചയായിട്ടും അറിയും. എന്നെ ഒരാൾ തൊടുന്നത് ഞാൻ എങ്ങനെ അറിയും? സ്കിൻ എന്നത് ഒരു സെൻസ് ഓർഗനാണ് അല്ലേ. ടച്ച്, ടാക്ടിക്കൽ റെസ്പോൺസ് തിരിച്ചറിയാൻ സാധിക്കും. ടാക്ടിക്കലായിട്ടുള്ള തൊടുന്ന ഒരു സാഹചര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സ്കിന്നിലൂടെയാണ്. ഇപ്പോൾ ഒരാൾ സ്കിന്നിൽ വന്ന് തൊട്ടു, ഞാൻ തിരിച്ചറിഞ്ഞു ഒരാൾ എന്നെ തൊട്ടു, അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഈ തൊടുന്നതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഈ തൊടുന്നത് എൻ്റെ സ്കിന്നിലെ സെൽസ് റിസീവ് ചെയ്യുന്ന സിഗ്നലിനെയാണ് റിസീവ് ചെയ്യാനിരിക്കുന്ന സെല്ലുകളെയാണ് ഞാൻ റിസപ്റ്റർ സെൽസ് എന്ന് വിളിക്കുക. എൻ്റെ ഞാൻ ഒരാളെ കണ്ടു, അല്ലെ പെട്ടെന്നൊരു ദൃശ്യം കണ്ടു. ആ പെട്ടെന്ന് കാണുന്ന ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇമ്പൾസാണ്. സിഗ്നൽ അല്ല, ഈ ദൃശ്യം എന്ന് പറയുന്നത് ഇമ്പൾസാണ്. അതിൽ റിസീവ് ചെയ്യാൻ എൻ്റെ കണ്ണിൽ എന്തുണ്ട്? റിസപ്റ്റർ സെല്ലുകളുണ്ട്. റോഡ് സെല്ലുകളും കോൺ സെല്ലുകളും ഒക്കെ എൻ്റെ കണ്ണിലിരിപ്പുണ്ട്. അവരാണ് ഇതിനെ റിസീവ് ചെയ്യുന്നത്. ഈ സെല്ലുകൾ ഇതിനെ റിസീവ് ചെയ്തിട്ടാണ് പല നെർവുകളുടെ സഹായത്തോടു കൂടി സിഗ്നൽ എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നോർമലി റെസ്പോൺസസ് ഒക്കേഴ്സ് വെൻ ഇമ്പൾസസ് ജനറേറ്റഡ് ബൈ റിസപ്റ്റേഴ്സ് റീച്ച് ദ ബ്രെയിൻ. അല്ലേ? എപ്പോഴാണ് സാധാരണ റെസ്പോൺസസ് ഉണ്ടാകുന്നത്? എന്തെങ്കിലും റെസ്പോൺസസ്, പ്രതിരോധങ്ങൾ. ഇപ്പം ഞാൻ ഒരാൾ എന്നെ തൊട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞില്ലേ, അത് റെസ്പോൺസാണ്. ഒരാൾ എന്നെ തൊട്ടത് കൊണ്ട് ഞാൻ തിരിഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് തിരിഞ്ഞത്? ഒരാൾ എന്നെ തൊട്ടത് കൊണ്ട് അല്ല. ഒരാൾ എന്നെ തൊട്ടു എന്നത് എൻ്റെ ബോധ മനസ്സിന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. തൊട്ടതുകൊണ്ടല്ല തിരിഞ്ഞത്, തൊട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് തിരിഞ്ഞത്. മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ തൊട്ടു എന്ന സിഗ്നൽ എൻ്റെ ഈ റിസപ്റ്റർ സെല്ലുകളിൽ നിന്ന് എൻ്റെ ബ്രെയിനിലേക്ക് എത്തി. ബ്രെയിൻ പറഞ്ഞു നിന്നെ ആരോ തൊട്ടു. ബ്രെയിൻ എന്നിട്ട് പറയാണ് കഴുത്തിലുള്ള മസിൽസിലേക്ക് അപ്പോൾ സിഗ്നൽ പോകുന്നു, ഞാൻ കഴുത്ത് തിരിക്കാൻ ഉദ്ദേശിച്ചു, കഴുത്ത് തിരിച്ചു. പിടികിട്ടുന്നു പിള്ളേരെ? അപ്പോൾ ഇത് ചെയ്യുന്ന ആരാ? നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ദ നെർവസ് സിസ്റ്റം ദെൻ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ബോഡീസ് ആക്ഷൻസ്. ഇതിനനുസരിച്ച് എൻ്റെ നെർവസ് സിസ്റ്റം, അപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടു, ഞാൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ ഒരു പ്രേതാത്മാവ് നിൽക്കുകയാണ്. പ്രേതത്തെ കണ്ട് ഞാൻ ഭയന്നു. എന്ത് ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ബോഡി വോളണ്ടറി ഡിസിഷൻസിനേക്കാൾ കൂടുതൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും നടത്തുക. ഓടണോ വീഴണോ ബോധം കിടണോ എന്നുള്ളതൊക്കെ നമ്മുടെ ബോഡിയുടെ ഓരോരുത്തരുടെയും അവസ്ഥ പോലെ മാറിയും പറഞ്ഞൊക്കെ ഇരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ പിന്നീട് നമ്മൾ ഈ നെർവസ് സിസ്റ്റം എന്ത് രീതിയിലേക്ക് പോകണം? ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നെർവസ് സിസ്റ്റം വേറെ രീതിയിൽ ആക്ട് ചെയ്യും. നമ്മളിന്ന് പഠിക്കും. ആ എമർജൻസി ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ വേറെ രീതി, നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ആക്ട് ചെയ്യുന്ന രീതി ആയിരിക്കില്ല നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ. നിങ്ങളെന്തോ കുറ്റം ചെയ്തിട്ട് വാഹനം ഓടിച്ച് പോവുകയാണ്, ഒരാൾ ഇടിച്ചിട്ട് വാഹനം ഓടിച്ച് പോകുമ്പോൾ പോലീസിനെ കാണുമ്പോൾ നിങ്ങൾ അറിയാണ്ട് ഭയപ്പെടും. സാധാരണഗതിയിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പോലീസിനെ കാണുമ്പോൾ ഭയപ്പെടില്ല, പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളുണ്ട്, ലഹരി വസ്തുക്കളുമായി നിങ്ങൾ വെറുതെ യാത്ര ചെയ്യുന്ന സമയത്തായാലും പോലീസിനെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടും, നെർവസ് ആവും. അതൊരു സിറ്റുവേഷനാണ്. ഇതൊന്നും വേണ്ട. നിങ്ങൾ വെറുതെ രാത്രി ഒരു സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ആക്രമണകാരിയായ ഒരു കടുവ മുന്നിച്ചാടി വീണു. കടുവ മുന്നിച്ചാടി വീഴുമ്പോൾ എന്തായാലും നിങ്ങൾ ഭയക്കും അല്ലേ? ഒന്നുകിൽ ആ കടുവയ്ക്ക് ഭക്ഷണമാകാൻ പോകുന്ന ആളാണ് ഞാൻ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ച് രക്ഷിക്കണം. കാരണം കടുവയോട് ഏറ്റുമുട്ടി ജയിക്കാൻ നമുക്ക് പറ്റില്ല എന്ന ബോധ്യം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഭയപ്പെടും. ഭയപ്പെടുന്ന സമയത്ത് നമ്മുടെ നോർമൽ ചിന്താഗതി അല്ല അവിടെ വർക്കൗട്ട് ആവുക, അത് വേറെ രീതിയാണ്. അതുപോലെ പെട്ടെന്നുള്ള പേടിയിൽ നമ്മൾ ചെയ്തു പോയതാണെന്നൊക്കെ പലരും പല കുറ്റകൃത്യങ്ങളെയും ന്യായീകരിക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതിലൊരു പരിധിവരെ വാസ്തവമുണ്ട്. പെട്ടെന്നുള്ള ഇമ്പൾസീവ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ പലതും ഉണ്ടാവുന്നതും നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു കോർഡിനേഷൻ രീതി തന്നെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
നടക്കാൻ പോകുന്ന ബാക്കിയുള്ള കാര്യം എത്തിക്കലാണോ അൺഎത്തിക്കലാണോ ദാറ്റ് ഇസ് നമ്മുടെ ബോഡിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ബോഡി ഒരു അറസ്റ്റിലേക്ക് പോകരുത്, നമ്മുടെ ബോഡി ഒരു ഡെത്തിലേക്ക് പോകാതെ ബോഡിയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ നെർവസ് സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിൽ. കാരണം പണ്ട് ഈ ഒരു ബോഡി എന്ന് പറയുന്നത് വളരെയധികം ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ബോഡിയും കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ബ്രെയിനും നമ്മുടെ തലയിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ കാട്ടിൽ ഈ പറയുന്ന ത്രെറ്റ്സ് വളരെ കൂടുതലല്ലേ. കാട്ടിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ളത് ഈ കടുവ മുന്നിൽ പെടുക എന്ന് പറയുന്നത് ഒരു ഡെയിലി ലൈഫിലെ പ്രോബബിലിറ്റിയാണ്. നമ്മുടെ കാര്യത്തിൽ അതൊരു പ്രോബബിൾ സിറ്റുവേഷൻ ആയിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വല്ല നാഷണൽ പാർക്കിൻ്റെ അടുത്തൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ശരി, അങ്ങനെ ഒരു പോസിബിലിറ്റി ഒരു വിദൂര സാഹചര്യമെങ്കിലും നമ്മൾ പറയാമെന്നുള്ള. അല്ലാണ്ട് പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന ആദ്യമ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അതൊരു പ്രോബബിലിറ്റിയാണ്. ഞാൻ നടക്കുന്ന ഈ പാതയിൽ എന്ന് വേണമെങ്കിലും ഒരു കടുവ ചാടി വിഴാം. പോകുന്ന പാതയിലുള്ള ഒരു പാമ്പ് ഉണ്ടാവാം, ശരിയല്ലേ, ഒരു സിംഹം ആ ഭാഗത്തുണ്ടാവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും വിഷച്ചെടികൾ ചിലപ്പോൾ ആ ഭാഗത്ത്, കായ്ഫലങ്ങൾ ചിലപ്പോൾ ആ ഭാഗത്തുണ്ടാവാം. അപ്പോൾ ഓരോ ദിവസവും ഒരു സർവൈവലായിട്ടാണ് കാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാർ. അപ്പോൾ കാട്ടിൽ ഈ ഒരു ഓരോ ദിവസത്തെയും സർവൈവ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ, ആ ഒരു ശീലമാണ് നമ്മുടെ ബ്രെയിൻ പഠിച്ചിട്ടുള്ളത്. അത് തന്നെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നതെന്നുള്ളതാണ്. എപ്പോഴും ഒരു സർവൈവൽ മൂഡിലാണ് നമ്മുടെ ബ്രെയിൻ നമ്മളോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണരുന്നത്, ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾക്ക് നമ്മൾ കൂടുതൽ ഓർമ്മ കൊടുക്കുന്നത്, അതെല്ലാം ഈ സർവൈവൽ സർവൈവൽ ടെൻഡൻസിയുടെ ഭാഗമായിട്ട് ബ്രെയിനിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് വാർത്തകളെക്കാൾ കൂടുതൽ നെഗറ്റീവ് വാർത്തകൾക്കാണ്. അപകടം നടന്നതിനെ പറ്റിയിട്ടായിരിക്കും, ഒരു അവാർഡ് ദാനത്തെക്കാൾ നമ്മൾ ഓർത്തിരിക്കുക അപകടത്തെ ആയിരിക്കും. കാരണം അപകടം നെഗറ്റീവാണ്. അപ്പോൾ അതൊരു പൊട്ടൻഷ്യൽ ത്രെറ്റാണെന്ന് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ത്രെറ്റിനെ കൂടുതൽ നമ്മുടെ ബ്രെയിൻ ഓർത്തിരിക്കും. അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ ശരീരത്തെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ആക്ഷൻസ് എല്ലാം നമ്മുടെ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ പതുക്കെ നോക്കി പോകുന്നു. ഓർഗനൈസേഷൻ of the human neural system നമുക്ക് നോക്കാം. The neural system of all animals is composed of highly specialized cells called neurons. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നെർവുകളിൽ പ്രധാനമായിട്ട് അടിസ്ഥാനമായിട്ട് കാണുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ന്യൂറോൺസ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം നെർവ് സെൽസ്. നെർവ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഇത് ന്യൂറോൺസ്. ന്യൂറോൺസ് എന്ന് വിളിക്കും. which can detect, receive and transmit different kinds of stimulus. നമുക്ക് നേരത്തെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ സ്റ്റിമുലസ്, റിസപ്റ്റർ സെല്ല് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ്. ആ സ്റ്റിമുലസിനെ ഡിറ്റക്റ്റ് ചെയ്യുവാനും റിസീവ് ചെയ്യുവാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ന്യൂറോൺസ്. മറ്റ് സെല്ലുകൾക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. ദ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, CNS എന്ന ചുരുക്കനാമത്തിൽ വിളിക്കും. രണ്ടാമത്തേത് പെരിഫറൽ നെർവസ് സിസ്റ്റം, PNS എന്ന ചുരുക്കനാമത്തിൽ വിളിക്കും കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. അവർ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ആസകലം ഒരു നെറ്റ്വർക്ക് ഓഫ് നെർവ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ റോഡ് എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ്വർക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. ബ്രെയിൻ തീരുമാനം എടുക്കുന്നു നമ്മൾ പറഞ്ഞു. യെസ്, ശരിയാണ്. തീരുമാനമെടുക്കാൻ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ട് നമ്മുടെ തലയിലൊരു സെൻറ്റർ ഉണ്ട്, ദാറ്റ് ഇസ് ദി ബ്രെയിൻ. അതുപോലെ തന്നെ നമ്മുടെ പുറകിലൊരു സ്പൈനൽ കോഡും ഉണ്ട്. എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ബ്രെയിനാണ് എന്ന് നമ്മൾ കരുതിയാൽ ചെറിയൊരു തെറ്റുണ്ട്. എല്ലാ സിറ്റുവേഷൻസിൻ്റെയും റെസ്പോൺസ് ബ്രെയിനിൽ നല്ല വരിക. ചില സിറ്റുവേഷനുകളുടെ റെസ്പോൺസൊക്കെ തീരുമാനമെടുക്കുന്നത് സ്പൈനൽ കോഡാണ്. റിഫ്ലെക്സ് ആക്ഷൻസ്, നമ്മൾ പെട്ടെന്നൊരു മുള്ളയിൽ ചവിട്ടാൻ പോകുന്ന സമയത്ത് ഈ മുള്ളിൽ ചവിട്ടിയ പാടെ നമ്മൾ കാലുവലിക്കും അല്ലേ, പെട്ടെന്നൊരു ചൂട് നമ്മുടെ കയ്യിലടിച്ചാൽ നമ്മൾ കൈവലിക്കും. ഇതൊക്കെ റിഫ്ലെക്സ് ആക്ഷൻ. നമ്മൾ മനഃപൂർവ്വം ഇനി ചൂടടിക്കുന്നു, കൈ വലിച്ച് കളയാം എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ കൈവലിക്കുന്നതോ കാല് വലിക്കുന്നതോ ഒന്നുമല്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബോഡി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ ബോധേഡാവുന്നത്. എന്താ അത് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന്. ശരിയാണ്, നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതേപ്പറ്റി ബോധേഡാവുന്നത്. അപ്പോൾ എൻ്റെ ബോധം ഇല്ലാണ്ട് തന്നെയാണ് ശരിക്കും ഈ ഒരു ആക്ഷൻ നടന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ അത്തരത്തിലുള്ള ആക്ഷനുകളെ നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയുക. റിഫ്ലെക്സ് ആക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലെക്സ് ആക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്നുള്ളത് എനിഹൗ. അപ്പോൾ ബ്രെയിൻ, അപ്പം മനസ്സിലാക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. തീരുമാനങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി എടുക്കുന്നത് ബ്രെയിൻ മാത്രമല്ല, അവിടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ആളിനും റോളുണ്ട്. അപ്പോൾ ഈ തീരുമാനം എടുക്കുന്ന ഏജൻസികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുക. സെൻട്രലാണ്, കേന്ദ്രമാണ്. പിന്നെ ഈ തീരുമാനങ്ങൾ പോകാനും വരാനുമുള്ള റൂട്ടുകളുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ വഴി, അതടങ്ങുന്നതാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം
which includes the brain and the spinal cord. Which includes the brain and the spinal cord, and it is the site of information processing and control. It is the site of information processing and control. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുക, അതിന് മേൽ കൺട്രോൾ എടുക്കുക, എന്ത് തീരുമാനം വേണമെന്ന ഡെസിഷൻ എടുക്കുക. കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഈ കൺട്രോളിനകത്ത് തന്നെ പെടുന്നുണ്ട് കേട്ടോ. ഡിസിഷൻ എന്നുള്ളതൊക്കെ ഈ കൺട്രോളിനകത്ത് തന്നെ പെടുന്നുണ്ട്. ഒന്നും എടുത്ത് പറയാത്തത് എന്ത് വേണം തീരുമാനിക്കുന്ന ആരാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. പിടിയിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ ഉണ്ട്? ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡ്. അപ്പോൾ ഇത് രണ്ടും ആരുടെ ഭാഗമാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇസ് പാർട്ട് ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓർത്തിരിക്കാം. The peripheral nervous system comprises of all the nerves of the body associated with the CNS. ഇപ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡിൽ നിന്നുമൊക്കെ പോകുന്ന എല്ലാ നെർവ് നെറ്റ്വർക്കുകളും അടങ്ങുന്നതാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം. ബിക്കോസ് പെരിഫറൽസ് നമ്മൾ പറയില്ല, കമ്പ്യൂട്ടറിൻ്റെ പെരിഫറൽസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സി പി യിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ, ഈ മൗസ്, കീബോർഡ്, അതിനൊക്കെയാണ് പെരിഫറൽസ് എന്ന് പറയുക. അതെല്ലാം നമ്മുടെ സെൻട്രൽ ബോഡിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്ന സാധനങ്ങളാണ്. എന്നാൽ അതുമായിട്ട് കണക്ഷൻ ഉണ്ട് താനും. അതുപോലെ തന്നെയുള്ളൂ. നെർവുകളാണ്. നെർവുകൾ എന്ന് പറയുന്ന എല്ലാം ഈ സെൻട്രൽ ബോഡിയുമായിട്ട് കണക്റ്റഡ് ആണ്, പക്ഷേ എല്ലായിടത്തേക്കും എത്തിച്ചേരുന്ന സംവിധാനങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റംസ്. ഗാംഗ്ലിയൻസ് എന്നൊക്കെ പറയുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നെർവ് സെൽസും മറ്റും പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഇതിൽ അറിയാത്ത പേരുകൾ കേട്ടൊന്നും ബോധടാവണ്ട, നമ്മളെല്ലാം പഠിച്ചു തന്നെ പോവുള്ളൂ. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നെർവുകൾ അടങ്ങുന്നതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഈ നെർവുകളെല്ലാം ഒരേ സ്വഭാവമുള്ള നെർവുകളല്ല. പല നെർവുകളുടെയും സ്വഭാവം പലതാണ്, അല്ലെങ്കിൽ പല നെർവുകളും പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഇരിക്കുന്ന നെർവുകളാണെന്നുള്ളതാണ്. രണ്ട് തരത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നെർവുകളാണ്. ഒന്ന് അഫറൻറ്റ് ഫൈബേഴ്സ്, രണ്ട് എഫറൻറ്റ് ഫൈബേഴ്സ്, അല്ലെങ്കിൽ സെൻസറി നെർവ്സും മോട്ടോർ നെർവ്സ് എന്ന് പറയാം. പിന്നെ ഒരാളും കൂടിയുണ്ട്, ശരിക്കും പറയാം 3 ടൈപ്പിൽ പറയാൻ പറ്റും. മിക്സഡ് നെർവ്. ഓക്കെ, ഏതൊക്കെയുണ്ട് മക്കളെ? സെൻസറി നെർവ്സ് ഉണ്ട്, മോട്ടോർ നെർവ്സ് ഉണ്ട്, മിക്സഡ് നെർവ്സ് ഉണ്ട്. സെൻസറി ഫൈബറുകൾ നമുക്ക് വേണമെങ്കിൽ അഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് വിളിക്കാം. മോട്ടോർ നെർവുകൾ എനിക്ക് എഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് വിളിക്കാം. നമ്മൾ ഈ കിഡ്നി പഠിച്ച സമയത്തൊക്കെ പഠിച്ചാൽ അഫറൻറ്റ് ആർട്ടീരിയോള്, എഫറൻറ്റ് ആർട്ടീരിയോൾ എന്നൊക്കെ പഠിച്ചു. അഫറൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, എഫറൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അഫറൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും തന്നെ പിടികിട്ടുക? ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CNSലോട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ യൂണിറ്റുകളിലോട്ട്, അതിപ്പോൾ ബ്രെയിനിലോട്ടോ സ്പൈനൽ കോഡുകളിലോട്ടോ ഈ വിവിധ ഓർഗനുകളിൽ നിന്ന് ഇമ്പൾസ് കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടെത്തിക്കുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നതാ? അഫറൻറ്റ് ഫൈബേഴ്സ് ചെയ്യുക. ശരിയല്ലേ? ഇറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ടിഷ്യൂസ് ഓർ ഓർഗൻസ് ടു ദ CNS. കണ്ടോ? ഫ്രം ഓർഗൻസ് ടു CNS, അതാണ് അഫറൻറ്റ്. അപ്പോൾ ആരാണ് എഫറൻറ്റ് എന്ന് പിടിയിട്ട് കാണുമല്ലോ. CNS ഒരു തീരുമാനം എടുത്തിട്ട് വേറെ ആർക്കോ ഇൻഫർമേഷൻ കൊടുക്കുന്നു, നീ എന്തായാലും ഇങ്ങനെ ചെയ്തോ. ആ ഇൻഫർമേഷൻ പോകുന്നത് ഏത് വെസലിലായിരിക്കും? ഏത് ഫൈബേഴ്സ് ആയിരിക്കും? അതാണ് എഫറൻറ്റ് ഫൈബേഴ്സ്. അപ്പോൾ അഫറൻറ്റിനെ എനിക്ക് വിളിക്കാം സെൻസറി നെർവ് എന്ന് വിളിക്കും. ഞാനത് ബ്രാക്കറ്റാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സെൻസറി നെർവ് എന്ന് വിളിക്കും. ഇയാൾ എന്തെന്നും വിളിക്കും? മോട്ടോർ നെർവ് എന്ന് വിളിക്കും. സെൻസറി നെർവും മോട്ടോർ നെർവ് നോട്ട് ചെയ്തേക്കണം. എഫറൻറ്റ് ഫൈബേഴ്സ്. ഇനി ഇത് രണ്ടും ഈ രണ്ട് പരിപാടിയും ചെയ്യുന്ന ചില നെർവുകളുണ്ട്. അതായത് ഞാൻ സെൻസറി ഫംഗ്ഷനും ചെയ്യും, മോട്ടോർ ഫംഗ്ഷനും ചെയ്യും. അതായത് ഞാൻ സിഗ്നലുകളെ ടിഷ്യൂസിൽ നിന്നും ഓർഗനുകളിൽ നിന്നും ഒക്കെ എടുത്ത് ബ്രെയിനിലോട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യും, ബ്രെയിനിൽ നിന്നുള്ള തീരുമാനങ്ങളെ തിരിച്ച് ഓർഗനുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ രണ്ട് പണിയും ചെയ്യുന്നവന്മാരെ വിളിക്കുന്ന പേരായിരിക്കും ഓബ്വിയസ്ലി മിക്സഡ് നെർവ് എന്ന് വിശേഷിപ്പിക്കുക. ക്ലിയർ അല്ലേ? സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമില്ല ഇതിങ്ങനെ മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയാം. അപ്പോൾ ഇത് പേരുകൾ മാറിപ്പോവാതിരിക്കുക. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി നമുക്ക് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു പോർഷൻസ്. ഏതൊക്കെയാ? ഒന്ന് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, രണ്ട് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓക്കെ, എന്താണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം? സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണോമസ് ഉണ്ട്. അപ്പോൾ 1, 2. അപ്പോൾ നമ്മൾ PNSനെ ഡിവൈഡ് ചെയ്യാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ 2. സെൻട്രൽ നെർവസ് സിസ്റ്റം അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് നമ്മൾ പിന്നെ പോവും. ഇപ്പം നമ്മൾ പെരിഫറലിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം, അതായത് നെർവുകൾ നിൽക്കുന്ന ആ നെറ്റ്വർക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ മക്കളെ?
ഒന്ന് സൊമാറ്റിക് നെർവസ് സിസ്റ്റം അല്ലേ, സൊമാറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമസ്. ഇവിടെ ഓട്ടോണോമിക് എന്നാണ് എഴുതിയിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാലും ഓട്ടോണോമിക് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, സൊമാറ്റിക്കും ഉണ്ട്, ഓട്ടോണോമിക് ഉണ്ട്, ANS, SNS. ഓക്കെ, സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ വോളണ്ടറി ആക്ഷൻസ് ഞാൻ വേണം എന്ന് വെച്ച് മനഃപൂർവ്വം എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കോർഡിനേഷൻ മുഴുവൻ നടത്തുന്നത് ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. റിലൈസ് ഇമ്പൾസസ് ഫ്രം ദ CNS ടു സ്കെലിറ്റൽ മസിൽസ്. യെസ്, അപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത് മക്കളെ? ഇറ്റ് റിലീസ് ഇമ്പൾസസ് ഫ്രം ദി CNS ടു ദി സ്കെലിറ്റൽ മസിൽസ്. അതായത് സ്കെലിറ്റൽ മസിൽസ് ആയ വോളണ്ടറി മസിൽസ്. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ്, എനിക്ക് നടക്കണോ, നിൽക്കണോ, ഇരിക്കണോ, എണീക്കണോ, കിടക്കണോ, കൈകാലുകൾ മൂവ് ചെയ്യണോ, ഈ പറയുന്ന ചവയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ പറയുന്ന പോലുള്ള ഈ വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടല്ലോ, ആ വോളണ്ടറി ആക്ഷൻസ് സാധാരണ സാഹചര്യത്തിൽ നമ്മളിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന നെർവസ് സിസ്റ്റമാണ് ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റം വഴിയാണ് ഇത്തരത്തിലുള്ള ഇമ്പൾസസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക, ഡീറ്റെയിൽസും കമ്മ്യൂണിക്കേഷനും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദ CNS ടു ദ ഇൻവോളണ്ടറി ഓർഗൻസ് ആൻഡ് സ്മൂത്ത് മസിൽസ്. അപ്പോൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുക? ഓട്ടോണോമസ്, പേര് തന്നെയുണ്ട്, ഓട്ടോണോമസ്, ഓട്ടോണോമിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയുന്നത് ഓട്ടോ ആണ്. തന്നെത്താൻ എൻ്റെ ശരീരം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ബോഡി പാർട്സ് നമുക്കുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഹാർട്ട് ബീറ്റ്, ലങ്സിൻ്റെ എക്സ്പാൻഷൻസ്, അതുപോലെ നമ്മുടെ കണ്ണിൽ ലൈറ്റ് കയറുന്ന സമയത്ത് ഇപ്പോൾ കണ്ണിലും ഉണ്ട് ഇങ്ങനെ ഓട്ടോണോമസ് ആയിട്ട് നമ്മൾ മനഃപൂർവ്വം നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന കുറേ പരിപാടിയുണ്ട്. ഇപ്പോൾ കണ്ണിൻ്റെ നടുവിലൊരു ചെറിയ ഓപ്പണിങ് കാണാം, അതിനെ നമ്മൾ എന്ത് പറയും, ഐറിസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഐറിസിന് വലിപ്പം കൂടാനും കുറയ്ക്കും, ഇതിന് വലിപ്പം കൂടാനും കുറയാനും ഒക്കെ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, പ്യൂപ്പിൾ കൺവേർജ് ചെയ്യും. പ്യൂപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അത് വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യും. നമ്മൾ കൂടുതൽ വെട്ടം കിട്ടുന്ന സമയത്ത് അത് ചെറുതാവും, വെട്ടം കുറച്ച് കയറ്റാൻ വേണ്ടി. ഇരുണ്ട സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ സാധനം വലുതാവും, പ്യൂപ്പിൾ വലുതാവും. ഇതൊക്കെ നമ്മുടെ കണ്ണിൽ നടക്കുന്നുണ്ട്, നമ്മളിത് അറിയുന്നില്ല. ബിക്കോസ് കണ്ണിൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, മറ്റൊരാൾക്ക് കാണാൻ പറ്റും. മറ്റൊരാളുടെ കണ്ണിൽ ഈ പറയുന്ന പരിപാടികൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കണ്ണ് വളരെ ചെറുതാണ്, പ്യൂപ്പിൾ അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൽ. അതുപോലെ ഹോർമോൺ സെക്രീഷൻസ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്ലഡിൻ്റെ സർക്കുലേഷൻസ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുമല്ലോ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെർവസ് സിസ്റ്റമാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സൊമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള നെർവസ് സിസ്റ്റവും, ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട് ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഓർഗൻസുമായിട്ട് നമ്മുടെ CNSനെ കണക്ട് ചെയ്യുന്നതാണ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കും. അതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ്. ഓട്ടോണമിക് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻടു ടു: sympathetic nervous system and parasympathetic. Okay, sympathetic nervous system and parasympathetic nervous system. Sympathetic nervous system fight or flight response, parasympathetic nervous system rest and digest response. അതായത് ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച എമർജൻസി സിറ്റുവേഷൻസ്, കടുവ മുന്നിൽ ചാടിയ സിറ്റുവേഷൻസ് ഒക്കെ ഇല്ലേ. അപ്പോൾ ഈ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ പോലും അറിയാണ്ട് കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാണാൻ പറ്റും. പെട്ടെന്ന് അപകടം മുന്നിൽ കാണുന്ന നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ വിചാരിച്ചിട്ടുമല്ല. പെട്ടെന്ന് അപകടം ഞാൻ മുന്നിൽ കാണുവാണെങ്കിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും, എൻ്റെ എൻ്റെ എയർ ഇൻടേക്ക് കൂടും അല്ലേ, എൻ്റെ സെക്രീഷൻസ് പലതും കൺട്രോൾഡ് ആവും, എൻ്റെ ഡൈജഷൻ നമുക്കറിയാൻ പറ്റും, എൻ്റെ ഡൈജഷൻ കൺട്രോൾഡ് ആവും, പ്യൂപ്പിൾസ് ഡൈലേറ്റ് ചെയ്യും, ഇങ്ങനെ കുറേ പരിപാടികൾ നടക്കും. ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്ന മാത്രം നമ്മൾ അറിയും. അതൊക്കെ നമ്മൾ അറിയാറുണ്ട്, നമ്മുടെ ബോഡിക്കകത്ത് കുറേ മാറ്റങ്ങൾ നടക്കും. എന്നാൽ നോർമലായിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന ത്രെറ്റ് പോയി കഴിയുമ്പോഴേക്കും ഈ സിസ്റ്റംസ് എല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, നോർമൽ സിറ്റുവേഷൻസിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ അർജൻറ്റ് മെക്കാനിസം ഉണ്ടാവും, അല്ല അർജൻറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഈ നമ്മുടെ ബോഡിയിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ബോഡിയെ ഫൈറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യാനോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ഓടി പോകാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് നമ്മളെ തയ്യാറാക്കുന്ന ഒരു മെക്കാനിസമാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അത് ആക്ച്വലി നല്ലതാണ്. ആ സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടുക എന്ന് പറയുമ്പോൾ അത് അപകട സാധ്യതയല്ല. ഹാർട്ട് ബീറ്റ് കൂടുന്നത് നമ്മുടെ ബോഡി ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പാരാസിമ്പത്തിക്കിനും ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. അതായത് ഈ ത്രെറ്റൊക്കെ പോയി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന ബോധ്യം വരുന്ന സമയത്ത് നമ്മൾ സമാധാനിക്കുമല്ലോ, അത് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണോ പിള്ളേരെ?
സിമ്പത്തറ്റിക് സിസ്റ്റത്തിലും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലും നടക്കുന്ന പരിപാടികളൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം എമർജൻസി വരുന്ന സിറ്റുവേഷനാണ് സിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലൈറ്റ്സ്. പ്യൂപ്പിൾസ് ഇൻ ദ ഐ ഡയലൈറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയിൽ ഞാൻ ഈ പറഞ്ഞ പ്യൂപ്പിൾ ഉണ്ടല്ലോ, ഈ ചെറിയ ദ്വാരം, ആ ദ്വാരം അങ്ങോട്ട് ഓപ്പൺ ആവും, കുറച്ചുകൂടി വലുതാവും. എന്തിനാണ് വലുതാവണം? ഇപ്പോൾ എനിക്ക് ഒരു പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കടുവ മുന്നിൽ കണ്ടു, അപ്പോൾ ഞാൻ ഓടണമെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ദൃശ്യമാകണം. ഒരു കാരണവശാലും എനിക്ക് ഈ വിഷ്വൽ ഡിഫക്റ്റ് കാരണം ഈ അപകട സാഹചര്യത്തെ തരണം ചെയ്യാൻ പറ്റാണ്ട് പോകരുത് എന്നെൻ്റെ ബോഡി മനസ്സിലാക്കിയിട്ട് കണ്ണിനെ പരമാവധി അങ്ങ് വലുതാക്കും. പ്യൂപ്പിൾസ് അങ്ങ് ഡയലേറ്റ് ചെയ്യും, മാക്സിമം വെളിച്ചം അകത്തോട്ട് കയറും, കണ്ണ് ഒരുപാട് ദൃശ്യം പുറത്തേക്ക് കയറും, അകത്തേക്ക് കയറും. ട്രക്കിയ എക്സ്പാൻസ്, ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് എയർ ഇൻടേക്ക് ഉണ്ട്. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, അല്ലേ? എല്ലായിടത്തും ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ എത്തിക്കും. ആ കൂടുതൽ ഇവന് ചിലപ്പോൾ ഓക്സിജൻ ഇപ്പോൾ ആവശ്യം വരും, ഓടേണ്ട സാഹചര്യം വരും, ഒരുപാട് ഓക്സിജൻ ആവശ്യം വന്നേക്കും. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ, അതായത് ഡൈജഷൻ പോലുള്ള പരിപാടികൾ നിൽക്കും. കാരണം എന്താ? എനർജി ആവശ്യമുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യും. ഒരുപാട് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് തീർക്കണ്ട, കുറച്ച് ഹോൾഡിൽ വെക്കാൻ വേണ്ടി ഡൈജഷൻ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യും. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനൊക്കെ തിരിച്ച് ഗ്ലൂക്കോസ് ആകും. ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് എമർജൻസി റിക്വയർമെൻറ്റ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് ഗ്ലൂക്കോസ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അവർക്കും പെട്ടെന്ന് ക്ഷീണിക്കുന്നവർക്ക് ഗ്ലൂക്കോസ് പൊടി കൊടുക്കൂലേ, അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഇതുണ്ട്, പക്ഷേ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോജനാക്കി എവിടെയൊക്കെയോ സ്റ്റോർ ചെയ്തേക്കുവാണ്. ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ നമ്മുടെ ബോഡിയുടെ ഹോർമോൺസ് ഒക്കെ തന്നെ വന്ന് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് വേണം നമുക്കതിനെ ഉപയോഗിക്കാൻ. അതിനുള്ള സാവകാശം നമുക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഗ്ലൂക്കോസ് പൊടി കഴിക്കുന്നത്. പെട്ടെന്ന് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് തന്നെ കിട്ടും, കുറച്ച് എനർജറ്റിക് ആവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ നമുക്ക് ഇവൻ ഗ്ലൂക്കോസ് കഴിക്കൂ ഇല്ലയോ എന്നൊന്നും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഗ്ലൈക്കോജൻ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുമ്പോൾ തന്നെ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ചെയ്യും, അല്ലേ? ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇൻറ്റസ്റ്റൈനിലെ ഈ അബ്സോർപ്ഷൻ പ്രോസസ് ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. യൂറിനറി ബ്ലാഡർ പിന്നെ നോർമൽ സ്റ്റേറ്റിലോട്ട് വരും, അതായത് യൂറിനറി ബ്ലാഡറിലെ യൂറിനൊക്കെ അങ്ങ് പിടിച്ചു നിർത്തും. പിന്നെ അതുപോലെ ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഹോർമോൺ പ്രൊഡക്ഷൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്ന കാണാൻ പറ്റും, ആവശ്യം വരും. ഇതൊക്കെ സിമ്പത്തറ്റിക്സ് എമർജൻസി വരുന്ന സമയത്തുള്ള പരിപാടികളാണ്. അത് മിക്കവാറും ഒക്കെ നടക്കുന്ന നമ്മുടെ ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗം കേട്ടോ. ഇതാണ് CNS. ഇത് നമ്മുടെ CNS ആണല്ലോ. അവിടെ നിന്ന് പോകുന്ന PNSൻ്റെ ഓരോ ഭാഗങ്ങളാണിത്. PNSൻ്റെ സിമ്പത്തറ്റിക്, ഓട്ടോണോമസിലെ സിമ്പത്തറ്റിക്കും PNSൻ്റെ ഓട്ടോണോമസിലെ തന്നെ പാരാസിമ്പത്തറ്റിക്കും. പാരാസിമ്പത്തറ്റിക് ആകുമ്പോൾ നേരെ തിരിച്ചാണ്. പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പ്യൂപ്പിൾസ് കോൺട്രാക്ട് ചെയ്യും, അപകടം പോയി എന്നുള്ള സൈറ്റ് കോൺട്രാക്ട് ചെയ്യും, ട്രക്കിയ കോൺട്രാക്ട് ചെയ്യും, ഹാർട്ട് ബീറ്റ് നോർമലാവും, ഗ്യാസ്ട്രിൻ ആക്ടിവിറ്റീസ് നോർമലാവും, ഗ്ലൈക്കോജൻ തിരിച്ച് ഗ്ലൂക്കോസ് തിരിച്ച് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. പെരിസ്റ്റാൾസിസ് നോർമൽ സ്റ്റേറ്റ് വരും. യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ഒക്കെ ചെയ്ത് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. എമർജൻസി ആൻഡ് നോൺ എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ന്യൂറൽ കോർഡിനേഷൻ ഇവരാണ് നോക്കുന്നതെന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. The visceral nervous system, which is the part of the PNS, comprises the whole complex of nerve fibers, ganglia, and plexus by which impulses travel from the CNS to the viscera and from the viscera back to the CNS. CNS വിസറയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന നെർവുകളും ഫൈബറും എല്ലാം കൂടി ചേരുന്ന ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ പിന്നെന്താ പറയുക വിസറൽ നെർവസ് സിസ്റ്റം എന്ന രീതിയിൽ പറയുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാം. നെർവ്സുകൾ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. സെൻസറി നെർവ്സ് ഉണ്ട്, മോട്ടോർ നെർവ്സ് ഉണ്ട്, മിക്സഡ് നെർവ്സ് ഉണ്ട്. സെൻസറി നെർവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അഫറൻറ്റ് പിന്നെ ഫൈബറുകൾ മാത്രമാണ് കാണുക, അതായത് ഇമ്പൾസിനെ CNSലോട്ട് ക്യാരി ചെയ്യും. മോട്ടോർ നെർവ് എന്ന് പറയുമ്പോൾ എഫറൻറ്റ് ഫൈബർ മാത്രമാണ് കാണുക, അതായത് CNSൽ നിന്ന് ഓർഗനുകളിലേക്ക് സിഗ്നൽ കൊണ്ടുപോകും. മിക്സഡ് നെർവ് എന്ന് പറയുമ്പോൾ അഫറൻറ്റ് ഫൈബേഴ്സും കാണും, എഫറൻറ്റ് ഫൈബേഴ്സും കാണും, അതായത് രണ്ട് സ്ഥലത്തേക്കും ഫ്രം CNSും ടു CNSും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ആർക്ക് സാധിക്കും? മിക്സഡിന് സാധിക്കുന്നുള്ളതാണ്. ഇവരാണ് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ ന്യൂറോൺസ്, അതായത് നെർവ് സെല്ലുകൾ. ന്യൂറോൺസ് ഇസ് എ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് 3 മേജർ പാർട്സ്. ഒരു സെൽ ബോഡി ഉണ്ട്, അതിന് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ആക്സോൺസ് ഉണ്ട്. ഇപ്പോൾ സെൽ ബോഡിയും ഡെൻഡ്രൈറ്റും ആക്സോണും മാത്രമാണ് ഇതിൻ്റെ പ്രധാന ബോഡി എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതിന് വേറെയും ആൾക്കാരുണ്ട്. എന്നിരുന്നാലും മേജറായിട്ട് നമ്മൾ പറയുന്നത് സെൽ ബോഡിയും ആക്സോണും ഡെൻഡ്രൈറ്റുമാണ്. ഡെൻഡ്രോണുണ്ട്, ഡെൻഡ്രോണിൻ്റെ അറ്റത്ത് വരുന്നവന്മാരാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം, എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവനാണ് നമ്മുടെ നെർവ് സെൽ. ഒരു നെർവിൻ്റെ സെല്ലിരിക്കുന്ന ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണുന്ന സാധനമാണ് ഒരു നെർവ് സെൽ എന്ന്. ഇത്തരത്തിൽ അനേകം ലക്ഷക്കണക്കിന് നെർവ് സെല്ലുകൾ കൂടിച്ചേരുന്നതാണ് നമ്മുടെ ഞരമ്പുകൾ, നമ്മുടെ ഈ നെർവുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്കൊന്ന് പരിശോധിക്കാം. നെർവ് സെൽ ആയ ന്യൂറോണിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ നെർവിനകത്ത് കാണുന്ന പോലെ, ഈ ഒരു ചിത്രം കാണുന്ന പോലെ ഇതിനകത്ത് ഈ നടുവിലെ ഭാഗമുണ്ട്. ഇതാണ് നമ്മുടെ സെൽ ബോഡി. സൈറ്റോപ്ലാസം ഒക്കെ നിൽക്കുന്ന ഇവിടെയാണ് സെൽ ബോഡി. ഇതാണ്. അതിനുള്ളൊരു സൈറ്റോപ്ലാസം ഉണ്ട്, അതിനുള്ളൊരു ന്യൂക്ലിയസും കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഒരുപാട് പ്രൊജക്ഷൻസ്, സെല്ലിൽ നിന്ന് ഒരുപാട്, ഈ സെൽ ബോഡിയിൽ നിന്ന് ഒരുപാട് പ്രൊജക്ഷൻസ് ഇങ്ങനെ പോയിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കുറേ പ്രൊജക്ഷൻസ് ഇങ്ങനെ പോയിരിക്കുന്നത് കാണാം. ഈ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺസ്. ഈ പ്രൊജക്ഷൻസിനുള്ള സെൽ ബോഡിയിൽ നിന്ന് കാണുന്ന ഷോർട്ട് ഫിലമെൻറ്റ് പ്രൊജക്ഷൻസ് ഫ്രം ദ സെൽ ബോഡി, ഷോർട്ട് ഫിലമെൻറ്റ് പ്രൊജക്ഷൻസ് ഫ്രം ദ സെൽ ബോഡി ഈസ് കോൾഡ് ഡെൻഡ്രോൺസ്. അനേകമുണ്ട്, ഒട്ടനേകമുണ്ട്. അത് സെൽ ബോഡിയിൽ നിന്നുള്ള ഒരു പ്രൊജക്ഷൻസ് അതിനെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കും. ഈ ഡെൻഡ്രോണുകൾ ചെന്ന് വീണ്ടും ബ്രാഞ്ച് ചെയ്യും, ചെറുതാവും. ഡെൻഡ്രോണുകളുടെ അറ്റത്തായിട്ട് കാണുന്ന ബ്രാഞ്ചസിന് വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺസ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ ഡെൻഡ്രോണിൽ ഒരെണ്ണം ഇച്ചിരി നീളം കൂടിപ്പോയി. ഈ ഡെൻഡ്രോൺ എന്ന് പറയുന്ന സെൽ ബോഡിയിൽ നിന്നുള്ള പ്രൊജക്ഷൻ, ഇനീഷ്യൽ പ്രൊജക്ഷൻ, ആ ഷോർട്ട് ഫിലമെൻ്റ് എന്ന് പറയുന്ന സാധനം, അതിലൊരെണ്ണത്തിന് നീളം ഇച്ചിരി കൂടിപ്പോയി. കണ്ടോ? ആ ഒരെണ്ണത്തിന് നീളം കൂടിപ്പോയതുകൊണ്ട് തന്നെ അതിനെ ഡെൻഡ്രോൺ എന്ന കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. അതിന് പേര് വേറെ വിളിക്കണം. അവൻ്റെ പേരാണ് ആക്സോൺ. അവൻ്റെ പേരാണ് ആക്സോൺ. ദ ലോങ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് കാണുന്ന ഷോർട്ട് ഫിലമെൻറ്റുകൾ വിളിച്ച പേര് ഡെൻഡ്രോൺ. അതിൽ ആ ഒരു ഡെൻഡ്രോണുകൾ ഒരെണ്ണത്തിന് ഇച്ചിരി നീളം കൂടിപ്പോയി. അവൻ്റെ പേര് ആക്സോൺ. അവൻ്റെ പേരെന്താ? ആക്സോൺ. പിടികിട്ടുന്നുണ്ടോ പിള്ളേരെ? ഈ ആക്സോണിൻ്റെ അറ്റത്തും നമ്മൾ ഈ ഡെൻഡ്രോണിൻ്റെ അറ്റത്ത് കണ്ട ബ്രാഞ്ചസ് പോലെ ആക്സോണിൻ്റെ അറ്റത്തും നമുക്ക് ബ്രാഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. എൻഡിൽ ബ്രാഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. ആ ബ്രാഞ്ചുകളെ വിളിക്കുന്ന പേര്, ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചുകളെ വിളിച്ച പേര് ഡെൻഡ്രൈറ്റ് എന്നായിരുന്നു. അപ്പോൾ ആക്സോണിൻ്റെ ബ്രാഞ്ചുകളെ വിളിക്കുന്ന പേര് ആക്സോണൈറ്റ് എന്നാണ്. ആക്സോണിൻ്റെ ബ്രാഞ്ചുകളെ വിളിക്കുന്ന പേര് ആക്സോണൈറ്റ് എന്നാണ്. ഈ ആക്സോണൈറ്റുകളുടെ അറ്റം, അഗ്രഭാഗങ്ങൾ നോക്കിയാൽ അത് കുറേ ചെറിയ ചെറിയ ഉണ്ടകൾ ഇരിക്കുന്നതാണ്. ചെറിയ ചെറിയ നോബുകൾ, ചെറിയ ചെറിയ സ്പിയറുകൾ ഇരിക്കുന്നത് കാണാൻ പറ്റും. അവനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ആ ഉണ്ടകളെ വിളിക്കുന്ന പേരെന്താണ്? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ്. സംഭവം ക്ലിയർ ആണല്ലോ, സിനാപ്റ്റിക് നോബ് വരെയുള്ളത്. ശരി, ഇനി നമുക്ക് ഇവയുടെ ഓരോരുത്തരുടെയും പർപ്പസ് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഈ നെർവ് സെല്ല് നോക്കിയപ്പോൾ ഈ ആക്സോൺ എന്ന് പറയുന്ന ആ ഒരു അത്രയും നീളത്തിന് നിൽക്കുന്ന അവൻ്റെ പുറത്തായിട്ട് ഈ ചെറിയ പല്ലുകൾ പോലെ വെള്ള നിറത്തിൽ എന്തോ ഒരു കവറിങ് കൂടി ഇങ്ങനെ, അത് ഒറ്റ സിംഗിൾ കവറിങ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള, കണ്ടോ, ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കവറായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാണ് മൈലിൻ ഷീത്ത്. അതിൻ്റെ പേരാണെന്ത്? മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്തിൽ കാണുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽസ്. മൈലിൻ ഷീത്തിൽ കാണപ്പെടുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽസ്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ പിന്നീട് നോക്കാം. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇത്രയുമാണ് ഒരു നെർവ് സെല്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോമ്പോണൻറ്റുകൾ എന്ന് പഠിച്ചിരിക്കുക. ഇപ്പോൾ എത്ര കോമ്പോണൻറ്റ് പഠിച്ചു? നമ്മൾ 7 കോമ്പോണൻറ്റുകൾ പഠിച്ചു അല്ലേ? സെൽ ബോഡി ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. 7 അല്ല, സെൽ ബോഡി ന്യൂക്ലിയസും കൂടെ പഠിച്ചു. അപ്പോൾ 8, 9 എണ്ണം പഠിച്ചു. സെൽ ബോഡി ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ഡെൻഡ്രോണുകളുണ്ട്, ഡെൻഡ്രൈറ്റുകളുണ്ട്, ആക്സോൺ ഉണ്ട്, ആക്സോണൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബ് ഉണ്ട്, മൈലിൻ ഷീത്ത് ഉണ്ട്, ഷ്വാൻ സെല്ലുണ്ട്. ഇത്രയും ഐറ്റംസ് നമ്മൾ പഠിച്ചു. ഒരു സെല്ലിനകത്ത് ചില്ലറക്കാരനൊന്നും അല്ല അപ്പോൾ നെർവ് സെല്ല് അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നതെന്ന് ഇതിനകത്തൊന്ന് വ്യക്തമാക്കി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ പിള്ളേരെ? സെറ്റ്. ഇതിനകത്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നതാണ് ഈ സെൽ ബോഡിയുടെ ഭാഗത്ത് ഏറ്റവും പുറത്തായിട്ട് കാണപ്പെടുന്ന ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണ്, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡി, സെൽ ബോഡിയിൽ നിന്ന് ആക്സോണ്, ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റ്, ആക്സോണൈറ്റ് കഴിഞ്ഞാൽ സിനാപ്റ്റിക് നോബ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യാത്രാപഥം. ഒരു നെർവ് സെല്ലിൽ ഒരു സിഗ്നല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന യാത്രാപഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസസ് മറ്റൊരു നെർവ് സെല്ലിൽ നിന്ന് ഈ ഒരു നെർവ് സെല്ലിലേക്ക് എത്തുന്നു, ഈ നെർവ് സെൽ അതിനെ മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് മറ്റൊരു സെല്ലിലേക്ക്. ഇങ്ങനെ ഓരോ നെർവ് സെല്ലുകളും വരുന്ന ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അഫറൻ്റ് ഫൈബറുകളാണെങ്കിൽ ഓർഗനിൽ നിന്ന് ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെർവുകളായിരിക്കും ഇവന്മാർ. എഫറൻ്റ് ഫൈബേഴ്സ് ആണെങ്കിൽ ബ്രെയിനിൽ നിന്ന് ഓർഗനുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെല്ലുകളായിരിക്കും ഇവന്മാർ. ശരിയാണോ ഇല്ലയോ? അത്രേ ഉള്ളൂ. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ആ സിഗ്നൽ വരുന്ന വഴിയാണ് ആദ്യം അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സിഗ്നൽ റിസീവ് ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ ഡെൻഡ്രൈറ്റ് ആയിരിക്കും. സോ ഹൂ ഇൻ ദി നെർവ് സെൽ is actually receiving a signal or an impulse from the adjacent neuron എന്ന് ചോദിച്ചാൽ ഉത്തരം ഡെൻഡ്രൈറ്റ്. ആരാണ്? ഡെൻഡ്രൈറ്റ്.
ഡെൻഡ്രൈറ്റ് ആണ് അടുത്തുള്ള ന്യൂറോണിൽ നിന്നുള്ള സിമ്പിൾസിനെ റിസീവ് ചെയ്യുന്ന ഐറ്റം. പിടികിട്ടുന്നുണ്ടോ? ഡെൻഡ്രൈറ്റിലേക്ക് വരുന്ന സിഗ്നൽ പിന്നെ അത് എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യൂടാ? ഡെൻഡ്രൈറ്റിൽ കിട്ടി, അത് പിന്നെ ഡെൻഡ്രോണിലേക്ക് എത്തും. ഡെൻഡ്രൈറ്റ് കിട്ടിയത് എങ്ങോട്ട് പോയി? ഡെൻഡ്രോണിലേക്ക് പോയി. അപ്പം ഈ പിന്നെ നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റൂട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോൺ, ഡെൻഡ്രോണിൽ നിന്ന് എങ്ങോട്ടായിരിക്കും പോവുക? ഡെൻഡ്രോണിൽ നിന്ന് കയറുന്ന സെൽ ബോഡിയിലോട്ടാണ്. സെൽ ബോഡിയിൽ നിന്ന് നേരെ കയറുന്നത് ആക്സോണിലേക്കാണ് അല്ലേ? സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ, ആക്സോണിൽ നിന്ന് ആക്സോണേറ്റ്, ശരിയല്ലേടാ? ആക്സോണിൽ നിന്ന് ആക്സോണേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് എത്തും നമ്മുടെ സിനാപ്റ്റിക് നോബ്. ആക്സോണേറ്റിൽ നിന്ന് അങ്ങേ അറ്റത്തുള്ള സിനാപ്റ്റിക് നോബ് വരുത്തും. ഇതാണ് ഒരു ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം. ദാറ്റ് ഇസ് ദ റൂട്ട് മാപ്പ് ത്രൂ വിച്ച് ദ ഇമ്പൾസ് ഇസ് ആക്ച്വലി ട്രാൻസ്ഫേർഡ് ഇൻ എ സെൽ. ഒരു സെല്ലിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന രീതി. ഇപ്പോൾ ഇവിടെ എന്താ കണ്ടത്? പാർട്ട് ദാറ്റ് റിസീവ് ഡെൻഡ്രൈറ്റ് ഇസ് ദ പാർട്ട് ദാറ്റ് റിസീവ്സ് ദി ഇമ്പൾസ് ഫ്രം ദി അഡ്ജസന്റ് ന്യൂറോൺ. ശരി. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രോൺ ചെയ്യുന്ന പണിയാണ്. അത് കഴിഞ്ഞിട്ട് ആക്സോൺ എന്താ? carries impulses from the cell body to the outside. Axonite എന്താ? carries impulses to the synaptic knob. Synaptic knob എന്താ? tip of the axonite. Axonite ന്റെ end ആണ് synaptic knob. And there we have a secretion called neurotransmitters. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഉണ്ടാകുന്ന ചില സെക്രീഷനുകളെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. പേരിൽ തന്നെ ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അത് ന്യൂറോണിൽ നിന്നൊരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ചില കെമിക്കൽ എന്താ പറയുക സെക്രീഷൻസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അത് ഈ സിനാപ്റ്റിക് നോബിലുള്ള സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഈ പറയുന്ന എന്ത് വിതറിപ്പിടുന്നുണ്ടാവും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്ത്. പാസറ്റൈൽ കൊളൈൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അതിങ്ങനെ ആ ഒരു പ്രദേശത്തേക്ക് വിതറും. കാരണം രണ്ട് ന്യൂറോണുകൾ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്തല്ല നിൽക്കുന്നത്, അവർക്കിടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്കാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുക. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുമ്പോൾ അടുത്തിന് ഇവിടെ എന്തുണ്ട്? അടുത്തത് ഈ ആശാനുണ്ട് ഇവിടെ. ഈ ആക്സോണേറ്റ് കഴിഞ്ഞ് സിനാപ്റ്റിക് നോബ് കഴിയുമ്പോഴേക്കും അടുത്ത ഡെൻഡ്രൈറ്റ് കാണാൻ പറ്റും. ഈ ഭാഗത്തോടെ അടുത്ത ഡെൻഡ്രൈറ്റ് വരും. ഇങ്ങനെയുള്ള സെല്ല് ഇപ്പോൾ ഇവിടെ ഇരിക്കും. ഇതാ ആക്സോൺ ഇങ്ങനെ പോവും, വീണ്ടും ബ്രാഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ അടുത്ത് എന്തുണ്ട്? നമ്മുടെ ഡെൻഡ്രൈറ്റുകളുണ്ട് പിള്ളേരെ. പക്ഷെ അതിൽ ടച്ച് ചെയ്തിട്ടില്ല. അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് എന്ത് സെക്രീറ്റ് ചെയ്യും? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും. സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഗ്യാപ്പ് അടയും. ആ ഗ്യാപ്പിലൂടെ ഇവിടെ നിന്ന് സിഗ്നൽ നേരെ അടുത്ത ഡെൻഡ്രൈറ്റിലോട്ട് കടന്ന് പോകുന്നുണ്ടാവും. ഇങ്ങനെയാണ് ട്രാൻസ്മിഷൻ ഒരു നെർവിൽ നിന്ന് മറ്റൊരു നെർവിലേക്ക് നടക്കുക. ക്ലിയർ ആണോ? ദിസ് ഇസ് ദി ന്യൂറോൺ സ്ട്രക്ചർ. തീർന്നിട്ടില്ല. ഒന്ന് സെൽ ബോഡി നമ്മൾ പറഞ്ഞു. കണ്ടെയ്ൻസ് ദി സൈറ്റോപ്ലാസം വിത്ത് ടിപ്പിക്കൽ സെൽസ് ഓർ സെൽ ഓർഗനൽസ് ആൻഡ് ഗ്രാന്യൂൾ ബോഡീസ് കോൾഡ് നിസിൽസ് ഗ്രാന്യൂൾ. ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ന്യൂറോണുകളുടെ സെൽ ബോഡിയിൽ ചെറിയ ഗ്രാന്യൂൾ ഷേപ്പിലുള്ള കുറച്ച് സാധനങ്ങളെ കാണാൻ പറ്റും. കുറേ ഗ്രാന്യൂൾസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ചില ഗ്രാന്യൂൾസ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഗ്രാന്യൂളുകളെ വിളിക്കുന്ന പേരാണ് നിസിൽസ് ഗ്രാന്യൂൾ. എന്താ വിളിക്കുക? നിസിൽസ് ഗ്രാന്യൂൾസ്. ഡെൻഡ്രൈറ്റ് ഷോർട്ടാണ്, റിപ്പീറ്റഡ്ലി ബ്രാഞ്ചിങ് ഫൈബേഴ്സ് ആണ്, പ്രൊജക്ടിങ് ഫ്രം ദ സെൽ ബോഡി വിച്ച് കണ്ടെയ്ൻ നിസിൽസ് ഗ്രാന്യൂൾസ്. ഇപ്പോൾ ഡെൻഡ്രൈറ്റുകളിൽ എന്ത് കാണാം? നിസിൽ ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. ആൻഡ് ദിസ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടുവേർഡ്സ് ദി സെൽ ബോഡി. ഇവരാണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ശരി. ആക്സോൺ എന്ന് പറയുന്നത് എ ലോങ് ഫൈബർ വിച്ച് എ ബ്രാഞ്ച് ഡിസ്റ്റൽ എൻഡ്. ഈച്ച് ബ്രാഞ്ച് ടെർമിനേറ്റ് ആസ് എ ബൾബ് ലൈക്ക് സിനാപ്റ്റിക് നോബ് പൊസസിങ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ആ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്താണ് എന്തിരിക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉള്ള ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ്. അതെല്ലാ ആക്സോണൈറ്റുകളുടെയും എൻഡിൽ കാണാൻ പറ്റും. ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് എവേ ഫ്രം ദി സെൽ ബോഡി ടു എ സിനാപ്സ് ഓർ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അപ്പം ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിനാപ്സ്. കണ്ടോ? ഇത് തന്നെയല്ലേ നമ്മൾ കണ്ട ഒരു PYQ. വാട്ട് ഈസ് എ സിനാപ്സ്? അല്ലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് അബൌട്ട് എ സിനാപ്സ് ഇസ് കറക്റ്റ് എന്നല്ലേ ചോദ്യം. അപ്പോൾ എന്താ സിനാപ്സ്? സിനാപ്സിന് എന്താ വിളിക്കുന്നത്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. ഒന്നുകിൽ രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ആ ഒരു ജംഗ്ഷൻ പോർഷൻ, അല്ലെങ്കിൽ ആ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, മസിൽ സെൽസിനും ന്യൂറോൺസിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിന് വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന നോബുകളായതുകൊണ്ടാണ് തന്നെ സിനാപ്റ്റിക് നോബ് എന്ന് നമ്മൾ ആ നോബുകൾക്ക് പേര് കൊടുത്തതും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് പിള്ളേരെ? സെറ്റ്. ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് ഒന്ന് മനസ്സിലായി. എന്താണെന്ന് നോക്കാം. ഓക്കെ,
Oligodendrocytes and Schwann cells provide protection to the neurons. An oligodendrocyte constructs the myelin sheath by covering the different axons simultaneously or by covering the different parts of the same axon repeatedly. അപ്പോൾ ആരാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്? നമ്മൾ പറഞ്ഞില്ലേ നമുക്കൊരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റഡ് കവറിങ് ഈ ആക്സോണിന് ചുറ്റുമുള്ളതായിട്ട് നമ്മൾ കണ്ടില്ലേ? ആ മൈലിൻ ഷീത്തിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന സൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ആരാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്? സെല്ലുകളെ വിളിക്കുന്ന പേര്. മൈലിൻ ഷീത്ത് മേഡപ്പ് ഓഫ് ഷ്വാൻ സെൽസ് ആർ സീൻ. ആ ഒലിഗോഡെൻഡ്രോസൈറ്റ് മൈലിൻ ഷീത്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽസ്. The Schwann cells are seen in the axons in nerves. A Schwann cell encircles the axon repeatedly. Axonil കാണാൻ സാധിക്കും. അവിടെ നിൽക്കട്ടെ. Nerve is a group of axons. Myelin sheath in the nerves is formed of Schwann cells. Myelin sheath in the brain and the spinal cord is formed of specialized cell called oligodendrocyte. നമ്മളിപ്പോൾ പറയാം അല്ലേ? അപ്പോൾ ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ ഉള്ള മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് oligodendrocytes. The myelin sheath has a shiny white color. The part of the brain and the spinal cord where myelinated nerve cells are present in abundance is called the white matter. അപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ നിറം വെള്ളയാണ്, വൈറ്റ് ആണ്. നമ്മൾ ആ ചിത്രത്തിനകത്ത് കണ്ടതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വെളുത്ത നിറത്തിൽ കാണുന്ന മൈലിൻ ഷീറ്റുകൾ കൂടുതലായി കാണുന്ന ബ്രെയിനിൻ്റെ പോർഷൻസിനെ അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. അതായത് വൈറ്റ് മാറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരായിരിക്കും കൂടുതൽ? അപ്പം നെർവുകളിലെ ആക്സോണിൻ്റെ പുറത്താണ് ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന കവറിങ് വരിക. അപ്പം ആക്സോണുകൾ വളരെ കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തെ ആയിരിക്കും പൊതുവേ നമ്മൾ വെള്ള നിറത്തിൽ ബ്രെയിനിൽ കാണാൻ പറ്റുക. ആ സ്ഥലത്തെ വിളിക്കുന്ന പേര് വൈറ്റ് മാറ്റർ. അപ്പോൾ വൈറ്റ് മാറ്ററിൽ ആരായിരിക്കും കാണുക എന്ന് ചോദിച്ചാൽ വൈറ്റ് മാറ്റർ ഗ്രൂപ്പ് ഓഫ് ആക്സോണുകളുടെ ഒരു ഗ്രൂപ്പിംഗ് ആയിരിക്കും വൈറ്റ് മാറ്റർ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദ പാർട്ട് വെയർ നോൺ മൈലിനേറ്റഡ് നെർവ്സ് ആർ കോൾഡ് ഗ്രേ മാറ്റർ. ഈ മൈലിൻ ഷീത്ത് ഇല്ലാത്ത പോർഷൻസ് വരുന്ന നെർവിൻ്റെ പോർഷൻസ് വരുന്ന ഇടങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രേ മാറ്റർ എന്നുമായിരിക്കും വിളിക്കുക എന്നുള്ളതാണ്. The major functions of the myelin sheath are to provide nutrients and oxygen to the axon. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. The major functions of the myelin sheath includes provide nutrients and oxygen to the axon. ആക്സോണിന് എന്ത് കൊടുക്കുക? ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുക്കുക. ആക്സിലറേറ്റ് ഇമ്പൾസുകളെ ആക്സിലറേറ്റ് ചെയ്യുക. ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. പുറത്തുനിന്നുള്ള ഷോക്കുകളിൽ നിന്ന് അടിയോ ഇടിയോ ചതവോ ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് ഈ നെർവിനെ അല്ലെങ്കിൽ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യവുമാർക്കുണ്ട് ഈ മൈലിൻ ഷീത്തിന്. അപ്പം മൈലിൻ ഷീത്ത് വെറുതെ ഒരൊറ്റ പ്രൊട്ടക്ഷൻ എന്ന റോള് മാത്രം വഹിച്ചുകൊണ്ട് നിൽക്കുന്നവരല്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ആ ന്യൂട്രിയൻസും ഓക്സിജനും ആക്സോണിന് കൊടുക്കുന്നുണ്ട്, ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ടും ഒരു ഷോക്ക് ഇൻസുലേറ്ററായിട്ടും അവൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആർക്കുണ്ട്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു വെള്ള കവറിങ്ങിന്, ആക്സോണിന് പുറത്തുള്ള ഒരു വെള്ള കവറിങ്ങിന് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ പിള്ളേരെ? മുന്നോട്ട് പോവാം. ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ആക്സോൺസ് ആൻഡ് ഡെൻഡ്രൈറ്റ്. ഈ ആക്സോണുകളുടെയും ഡെൻഡ്രൈറ്റുകളുടെയും എണ്ണം അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒറ്റ ടൈപ്പിലുള്ള ന്യൂറോൺസ് അല്ല ഉള്ളത്, ഒരുപാട് തരത്തിലുള്ള ന്യൂറോണുകളുണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ന്യൂറോൺസ് എന്ന രീതിയിൽ കണ്ട ചിത്രം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ കൂടിയും എല്ലാം ഇതുപോലെ തന്നെയുള്ള ഡെൻഡ്രോണുകളുടെ എണ്ണമൊക്കെ ഉള്ള നെർവുകളായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് സൂചിപ്പിക്കുന്നതാണ് ഈ ടൈപ്സ് ഓഫ് നെർവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൾട്ടിപോളാർ, ബൈപോളാർ, യൂണിപോളാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിക്കുക. മൾട്ടിപോളാർ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ നെർവ് സെൽ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സോണും രണ്ടിലധികമോ ഒക്കെ ഡെൻഡ്രൈറ്റുകളും ഒക്കെ ഉള്ള സ്ട്രക്ചറാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൾട്ടിപോളാർ ന്യൂറോൺ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് മൾട്ടിപോളാർ ന്യൂറോണാണ്. നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലൊക്കെ, ബ്രെയിനിലുള്ള സെറിബ്രൽ കോർട്ടെക്സ് റീജിയനിലൊക്കെ കാണുന്ന ഇഷ്ടംപോലെ മൾട്ടിപോളാർ ന്യൂറോൺസ് ആണ്. ഇനി ബൈപോളാർ ന്യൂറോൺ. ബൈപോളാർ എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം, രണ്ടിലധികമാണ് മൾട്ടി. ബൈ എന്ന് പറയുമ്പോൾ രണ്ട്. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമുള്ള ന്യൂറോണുകളെ വിളിക്കുന്ന പേരാണ് ബൈപോളാർ ന്യൂറോൺസ്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അതാണ് പറഞ്ഞത്. പിടികിട്ടിയോ? അപ്പോൾ എല്ലാ ന്യൂറോണും നമ്മൾ കണ്ടതുപോലെ ഒരുപാട് ഡെൻഡ്രോണുകളുടെ അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റുകളുടെ പ്രസൻസ് ഉള്ളതായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ആക്സോണും ഒരു ഡെൻഡ്രോണും മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമുള്ള സ്ട്രക്ചറുകളും ഉണ്ട്. അങ്ങനെയുള്ള ന്യൂറോണുകളെ വിളിക്കുന്ന പേരാണ് ബൈപോളാർ ന്യൂറോൺസ്. നമ്മുടെ കണ്ണിലെ റെറ്റിനയിലൊക്കെ കാണുന്നത് ഈ ബൈപോളാർ ആയിട്ടുള്ള ന്യൂറോണുകളാണ്, നെർവ് സെല്ലുകളാണ്. ഒറ്റ ആക്സോണും ഒറ്റ ഡെൻഡ്രൈറ്റുമേ കാണുള്ളൂ കണ്ണിൻ്റെ റെറ്റിനയിലൊക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളാം. പിന്നുള്ളത് യൂണിപോളാറാണ്. ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി കാണും, പേരിൽ നിന്ന് മനസ്സിലായി കാണും. യൂണിപോളാർ എന്ന് പറയുമ്പോൾ
ഡെൻഡ്രോൺ ഒന്നുമില്ല, സെൽ ബോഡി വിത്ത് 1 ആക്സോൺ. സെൽ ബോഡി വിത്ത് 1 ആക്സോൺ. സെൽ ബോഡി ഉണ്ടാകും, അതിനൊരു ആക്സോണും ഉണ്ടാകും. ഇത് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രം കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ഇത് ഡെവലപ്ഡ് ആവുന്ന സമയത്ത് പിന്നെ നമുക്ക് യൂണിപോളാർ ന്യൂറോൺസ് ഒന്നും കാണില്ല. പക്ഷേ എംബ്രിയോണിക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് യൂണിപോളാറായിട്ടുള്ള നെർവ് സെല്ലുകളെ പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? സെറ്റ്. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബറുടെയും നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സിൻ്റെയും ഒക്കെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് പഠിക്കാം. അതായത് ആക്സോൺസിൽ തന്നെ മൈലിനേറ്റഡും ഉണ്ട്, നോൺ മൈലിനേറ്റഡും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. മൈലിൻ ഷീത്തിനുള്ള പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് മൈലിൻ ഷീത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തവരുമുണ്ട്. അപ്പോൾ മൈലിൻ ഷീത്ത് മൈലിൻ ഷീത്തിൻ്റെ പണി മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിൻ്റെ കാര്യത്തിൽ പ്രസൻ്റ് ആണ്, ഫോംഡ് ബൈ ഷ്വാൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോൺ മൈലിനേറ്റഡിൻ്റെ കാര്യത്തിൽ ആബ്സെൻ്റ് ആയിരിക്കും, മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല. നോഡ്സ് ഓഫ് റൺവീർ. ഈ നോഡ്സ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആക്സോണിൽ മൈലിൻ ഷീത്ത് വരച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമില്ലേ, ഇങ്ങനെ കുറേ ജോയിൻറ്റുകളായിട്ടാണ് ഇവൻ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ഇങ്ങനെ കുറേ ജോയിൻറ്റുകളായിട്ടാണ് ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ ജോയിൻറ്റുകൾ വന്ന് മീറ്റ് ചെയ്യുന്ന ആ സ്ഥലമില്ലേ, അതിന് വിളിക്കുന്ന പേരാണ് നോഡ് ഓഫ് റൺവീർ. നോഡ്സ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. പ്രസൻസ് നമ്മുടെ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബറിൽ ഇപ്പോൾ എന്ത് കാണാൻ പറ്റും? നോഡ് ഓഫ് റൺവീർ കാണാൻ പറ്റും, ഓരോ മൈലിൻ ഷീത്തുകളുടെയും ഗ്യാപ്പിൽ കാണുന്ന സ്ഥലം. നോൺ മൈലിനേറ്റഡിൽ മൈലിൻ ഷീത്തേ ഇല്ല, പിന്നെയാണ് നോഡ് ഓഫ് റൺവീർ. ലൊക്കേഷൻ സ്പൈനൽ കോഡിലും ക്രാനിയൽ നെർവിലും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ മൈലിനേറ്റഡ് ആയിട്ടുള്ള ആക്സോൺസ് കാണുക. ഓട്ടോമാറ്റിക് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഉണ്ടാവുന്നത് നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവുകളായിരിക്കും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലൊക്കേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ദി നെർവ് ഇമ്പൾസ്. ഈ നെർവിലെ ഇമ്പൾസുകൾ എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ അത് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ് ബിക്കോസ് ദർ മെംബ്രെയിൻ ആർ ഇൻ എ പോളറൈസ്ഡ് സ്റ്റേറ്റ്. പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് കിട്ടിയ അവസ്ഥയിലാണ് അതിൻ്റെ മെംബ്രെയിൻസ് ഉണ്ടാവുക, ആരുടെ? ന്യൂറോൺ സെൽസിൻ്റെ. അതുകൊണ്ട് തന്നെ അവരെ എളുപ്പത്തിൽ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഡിഫറെൻറ്റ് അയോൺ ചാനൽസ് ആർ പ്രസൻറ്റ് ഓൺ ദി ന്യൂറൽ മെമ്പർ. ന്യൂറൽ മെമ്പറിൽ പലതരം അയോൺ ചാനലുകളുണ്ട്. ഈ അയോൺസിൻ്റെയൊക്കെ പ്രസൻസ്, ചാർജിൻ്റെയൊക്കെ പ്രസൻസ് അനുസരിച്ചിട്ട് പല പോളറൈസേഷൻസ് നമ്മൾ ന്യൂറോണിൻ്റെ കാര്യത്തിൽ പറയാറുണ്ട്. അതിലൊന്നാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. നോക്കാം. പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. സോ ഇവൻ എ ന്യൂറോൺ ഈസ് നോട്ട് കണ്ടക്ടിങ് എനി ഇമ്പൾസ്. ഇപ്പോൾ ഒരു ഇമ്പൾസും കണ്ടക്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനാണ്, അത് ന്യൂറോൺ റെസ്റ്റിലിരിക്കുന്ന സിറ്റുവേഷനാണ് കരുതുക. ദ ആക്സോണൽ മെംബ്രെയിൻ ഈസ് കമ്പാരിറ്റീവ്ലി മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അയോൺസ് ആൻഡ് നിയർലി ഇംപെർമിയബിൾ ടു സോഡിയം അയോൺസ്. ഈ ആക്സോണിൻ്റെ മെംബ്രെയിൻ ഉണ്ടല്ലോ, ആക്സോൺസ് എന്ന് പറയുന്ന പോർഷൻസിൽ വരുന്ന മെംബ്രെയിൻ, ഇവൻ പൊട്ടാസ്യത്തിന് പരമാവധി പെർമിയബിൾ ആണ്. അപ്പോൾ പൊട്ടാസ്യത്തിന് ഈ മെംബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുകയും സോഡിയത്തിനെ കടത്തി വിടുകയില്ല എന്നുള്ളതാണ്. ഇംപെർമിയബിൾ ടു സോഡിയം. സോഡിയത്തിന് ഇംപെർമിയബിളുമാണ്. ഓക്കെ. ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നെർവ് കണ്ടക്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തെ വിളിക്കുന്ന പേര്, ആ സമയത്തുള്ള പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആ സാഹചര്യം നോർമലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു നെർവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ ആക്സോണൽ മെംബ്രെയിൻ, ആക്സോണിൻ്റെ അവിടെ വരുന്ന മെംബ്രെയിൻസ് പൊട്ടാസ്യത്തിന് പെർമിയബിളും സോഡിയത്തിന് ഇംപെർമിയബിളും ആണ്. ഓക്കെ. സിറ്റുവേഷൻ ഓർത്തോർത്ത് പോയാൽ കഥ പോലെ. The membrane is impermeable to a negatively charged protein in the axoplasm. അതുപോലെ തന്നെ ഈ മെംബ്രെയിൻ എന്തിനും ഇംപെർമിയബിൾ ആണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനിന് ഇംപെർമിയബിളും ആണ്. ഹൈ പൊട്ടാസ്യം പ്ലസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ്, ലോ സോഡിയം കണ്ടന്റ്, ഇതാണ് ആക്സോപ്ലാസം എന്ന് പറയുന്നത്. ആക്സോപ്ലാസത്തിൻ്റെ അകത്ത് എന്താ നടക്കുക? ആക്സോപ്ലാസം, നമ്മുടെ ഈ ആക്സോണിനുള്ളിലുള്ള ഒരു ഏരിയനെ ആക്സോപ്ലാസം പറയും. ആക്സോപ്ലാസത്തിൽ നമ്മൾ പറഞ്ഞു പൊട്ടാസ്യത്തിന് എന്തുണ്ട്? പൊട്ടാസ്യത്തിന് പെർമിയബിൾ ആണ്. അപ്പോൾ പൊട്ടാസ്യം ഒക്കെ ആക്സോൺ മെംബ്രെയിൻ വഴി ആക്സോണിനകത്തോട്ട് കയറും. സോഡിയം കയറുമോ? സോഡിയം കയറത്തില്ല. സോഡിയത്തിന് ഇംപെർമിയബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളുടെ പ്രസൻസ്, ഇങ്ങനെ നിൽക്കുന്ന ആക്സോപ്ലാസം. ഔട്ട്സൈഡ് ഫ്ലൂയിഡ് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാസ്യം കണ്ടന്റ് കുറവാണ്, ഹൈ സോഡിയം കണ്ടന്റ് ആണ്. കാരണം പൊട്ടാസ്യം ഒക്കെ എന്തിനകത്ത് കയറി? ആക്സോണിനകത്ത് കയറിയിട്ടുണ്ട്, ഫോമിങ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. അപ്പോൾ ഈ സാഹചര്യം അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഉണ്ടാക്കും. പുറത്ത് പൊട്ടാസ്യം കുറവ്, അകത്ത് പൊട്ടാസ്യം കൂടുതൽ. പുറത്ത് സോഡിയം കൂടുതൽ, അകത്ത് പിന്നെ സോഡിയം കുറവ് എന്ന് പറയുന്ന ഒരു ഗ്രേഡിയൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് അയോണിക് ഗ്രേഡിയൻസ് ആർ മെയിൻറ്റൈൻഡ് ബൈ ദി സോഡിയം പൊട്ടാസ്യം പമ്പ് വിച്ച് ട്രാൻസ്പോർട്ട്സ് 3 സോഡിയം ഔട്ട്വേർഡ് ഫോർ എവറി 2 പൊട്ടാസ്യം ഇൻവേർഡ്സ്. ഈ ഒരു ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ നെർവ് സിസ്റ്റത്തിലുള്ള സോഡിയം പൊട്ടാസ്യം പമ്പ് മെക്കാനിസമാണ്. അവിടെ നടക്കുന്ന പരിപാടി 2 പൊട്ടാസ്യം അകത്തേക്ക് കയറുമ്പോൾ 3 സോഡിയം പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടാണ് ഈ ഒരു ഗ്രേഡിയൻറ്റ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ദ ഔട്ടർ സർഫസ് ഓഫ് ദി ആക്സോണൽ മെംബ്രെയിൻ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദി ഇന്നർ സർഫസ് വിൽ ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും, കണ്ടോ?
പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഈ കണ്ടീഷനെ നമുക്ക് എന്ത് പറയാം? പോളറൈസ്ഡ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇവിടെ ഒരു പൊളാരിറ്റി ഉണ്ടായ സിറ്റുവേഷനെയാണ് നമ്മൾ പോളറൈസ്ഡ് സിറ്റുവേഷൻ എന്ന രീതിയിൽ പറയുന്നത്. ആൻഡ് ദിസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ, ഈ മെംബ്രെയിനുകൾക്കിടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വളരെ ഡെപ്താണിത്, മീൻസ് ഇച്ചിരി ഡെപ്തിൽ പറഞ്ഞ സാഹചര്യമാണിത്. അത്രയും ഡെപ്തിൽ ചിലപ്പോൾ വേണ്ടി വരത്തില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു. അപ്പോൾ ഒന്ന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, രണ്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് നെർവ് ഇമ്പൾസ് ക്യാരി ചെയ്യുന്ന സമയത്താണ് അല്ലേ. വെൻ എ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് അറ്റ് എ സൈറ്റ് ഓൺ ദി പോളറൈസ്ഡ് മെംബ്രെയിൻ, ഈ പോളറൈസ്ഡ് ആയിട്ടുള്ള മെംബ്രെയിനിൽ ഒരു ഇമ്പൾസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക? അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത് നോക്കാം നമുക്ക്. ദ മെംബ്രെയിൻ അറ്റ് സൈറ്റ് എ, ദ മെംബ്രെയിൻ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ. പൊതുവേ നമ്മൾ പറഞ്ഞ എന്താ, ആക്സോണിൻ്റെ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും എന്നല്ലേ. പക്ഷേ ഈ പുറത്തുകൂടെ ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതാണ്. അവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഒരു ഇംബാലൻസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതാണ്. പറഞ്ഞുതരാം. സോ ദ മെംബ്രെയിൻ അറ്റ് സൈറ്റ് എ ബിക്കംസ് ഫ്രീ പെർമിയബിൾ ടു സോഡിയം. A rapid influx of sodium, a reversal of the polarity will happen. Outer surface become negative and inner surface become positive and the membrane is depolarized. ഒരു ഇമ്പൾസ് ക്യാരി ഓവർ ചെയ്യുന്ന സമയത്ത്, ഒരു ഇമ്പൾസ് ഉണ്ടാകുന്ന സമയത്ത് നടക്കുന്നത് ഈ ഒരു പൊട്ടാസ്യം സോഡിയം ബാലൻസ് റിവേഴ്സ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതായത് റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയത്തിൻ്റെ ഒരു റാപ്പിഡ് ഇൻഫ്ലക്സ് നെർവ് സെല്ലിലേക്ക് ഉണ്ടാവുകയും പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പുറം ഭാഗത്ത് ഒരു ചെറിയ റീജിയനിൽ, ഇപ്പോൾ നേരത്തെ പോസിറ്റീവ് ആയിരുന്ന പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് ഒരു ചെറിയ റീജിയൻ നെഗറ്റീവായിട്ട് മാറുകയും അകത്തെ ഭാഗം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ സൈറ്റ് എ ഈസ് കോൾഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ദ ഫാക്ട് ടേംഡ് എ നെർവ് ഇമ്പൾസ്. ഇതിനെയാണ് നമ്മൾ ശരിക്കും പറയും, ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നതിനാണ് നമ്മളൊരു നെർവ് ഇമ്പൾസ് എന്ന രീതിയിൽ പറയും. ഇങ്ങനെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, അതാണ് ഡിഫറൻസ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇമ്പൾസ് കിട്ടുമ്പോഴാണ് ഇതിനൊരു ചേഞ്ച് സംഭവിക്കുന്നത്. കൂടുതൽ സോഡിയം അങ്ങോട്ടേക്ക് കയറി സോഡിയം പൊട്ടാസ്യം ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് സോഡിയം പോസിറ്റീവ് ആയിരുന്ന നെർവിൻ്റെ പുറത്ത് പോസിറ്റീവ് ആയിരുന്ന സ്ഥലം നെഗറ്റീവ് ആവുകയും നെഗറ്റീവ് ആയിരുന്ന സ്ഥലം പോസിറ്റീവ് ആവുന്ന ഒരു ചെറിയ റീജിയൻ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ആക്സോൺ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് ആക്സോണൈറ്റുകളിലും സിനാപ്റ്റിക് നോബിലേക്കും കൊണ്ടുപോകാൻ ചെയ്യും. ഇതാണ് നമ്മുടെ ഇമ്പൾസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി ഇമ്പൾസ് വിച്ച് ഇസ് ട്രാൻസ്മിറ്റിംഗ്. ഓക്കെ, ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലാണ് പോകുന്നത്. At the adjacent side B, the outer surface is positive and the inner surface is negative. A current flows in the inner surface from A to B and the outer surface from B to A, completing the circuit. നമ്മൾ ഈ പറഞ്ഞത് തന്നെ പോസിറ്റീവ് നെഗറ്റീവും അപ്പുറത്ത് പോസിറ്റീവ് നെഗറ്റീവും ഇപ്പുറത്ത് നെഗറ്റീവും പോസിറ്റീവ് എന്ന രീതിയിൽ നിൽക്കുന്നത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത അവസ്ഥയും ആ അവസ്ഥയിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. Polarity at B is reversed, the action potential is generated at B, the impulse thus move from A to B and the sequence repeated along the axon, the impulse is conducted. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് തൊട്ടടുത്ത് വീണ്ടും ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ തൊട്ടടുത്ത് വീണ്ടും മാറ്റം ഉണ്ടാക്കുന്നു, അടുത്ത് വീണ്ടും മാറ്റം ഉണ്ടാക്കുന്നു, വീണ്ടും മാറ്റം, ഇങ്ങനെ മാറ്റം ഉണ്ടാക്കി ആ ആക്സോണിലൂടെ മുഴുവനായിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, കാരണമേ ഇപ്പോൾ ഇങ്ങനെയാടാ നെഗറ്റീവ് താഴെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. നെഗറ്റീവും പോസിറ്റീവ് അടുത്തടുത്തെന്ന രീതിയിൽ വരുമ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴേക്കും ആക്ഷൻ പൊട്ടൻഷ്യൽ ബിയിലോട്ട് രണ്ടാമത്തെ പോർഷനിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. അവിടെയും ഇതുപോലെ തന്നെ നെഗറ്റീവ് ആവും, താഴെ പോസിറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവാണ് മുകളിൽ നിൽക്കുക, ഇവിടെ നെഗറ്റീവാണ്, വീണ്ടും ഇവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടും. വീണ്ടും ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെയും അതുപോലെ തന്നെ കണ്ടക്ഷൻ. ഇങ്ങനെ കണ്ടക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കണ്ടക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളത് നിങ്ങൾ ആരുടെയും നിർബന്ധമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ അത് കൂടി പറഞ്ഞു എന്നുള്ളതാണ്. The rise in sodium permeability is extremely short-lived. It is quickly followed by a rise in potassium permeability. Within a fraction of a second, potassium diffuses outside, restoring the resting potential. കാരണം ഈ ഒരു ഡീപോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഇമ്പൾസ് കിട്ടുന്ന സമയത്ത് മാത്രമാണ്, ഷോർട്ട് ടേമിലേക്ക് മാത്രമാണ് ഈ ഒരു സോഡിയത്തിൻ്റെ കൂടുതലായിട്ടുള്ള അതിപ്രസരം നമുക്ക് ആ ഒരു നെർവിൽ കാണാൻ പറ്റുക. ആ സമയത്ത് മാത്രം ഡീപോളറൈസ് സിറ്റുവേഷൻ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ പൊട്ടാസ്യത്തിൻ്റെ പൊളാരിറ്റി തിരിച്ചു പിടിക്കുകയും റീപോളറൈസ്ഡ് ആവുന്ന സിറ്റുവേഷൻ നടക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എങ്കിലേ വീണ്ടും അടുത്തൊരു ഇമ്പൾസ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഡീപോളറൈസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണി നടക്കത്തില്ലല്ലോ. വീണ്ടും പോളറൈസ്ഡ് ആകണം, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകണം. അതിന് ഈ പൊട്ടാസ്യം വീണ്ടും ഡിഫ്യൂസ് ചെയ്ത് കയറി അതിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്.
ആൻഡ് ദ ഫൈബർ ബിക്കംസ് റെസ്പോൺസീവ് ടു ഫർദർ സ്റ്റിമുലേഷൻ. അതാണ് ഞാൻ പറയുന്നത്. എന്നാലേ ബാക്കിയുള്ള സ്റ്റിമുലസ് കിട്ടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂ, ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ സിനാപ്സിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസാനത്തെ നോബിനെ നമ്മൾ വിളിച്ച പേരാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇലക്ട്രിക് ഇമ്പൾസ് ഇവിടം വരെ എത്തി. ഈ സിനാപ്റ്റിക് നോബിനകത്ത് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറയും. സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക് അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ച സാധനം ഇത്രയേ ഉള്ളൂ. അതാണ് ഇതിനകത്ത് നിന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ ദ ന്യൂറോൺ ആൻഡ് എ നെർവ് സെൽ, അല്ലെ മസിൽ സെൽ, അല്ലെ ഒരു രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ജംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു നെർവും ഒരു മസിൽ സെല്ലിനും ഇടയിലുള്ള ജംഗ്ഷനാണ്. ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെൽ, ഒരു ഗ്ലാൻഡുലാർ സെല്ലിനും ഇടയിലുള്ള ജംഗ്ഷൻ എന്നും വേണമെങ്കിൽ പറയാം. So when electric impulse from new axon reaches the synaptic knob, certain chemical substances are secreted from there to the synaptic cleft. അപ്പോൾ ഈ ഒരു സ്പേസിന് അടുത്ത ഡെൻഡ്രൈറ്റിനും ആക്സോണൈറ്റിനും ഇടയിൽ സിനാപ്റ്റിക് നോബിനും ഇടയിലുള്ള സ്പേസിന് വിളിച്ച പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. These chemical substances are called neurotransmitters. They stimulate the adjacent dendrite or cell and new electric impulse are generated. ഈ പറയുന്ന ഡെൻഡ്രൈറ്റ്, തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെ എന്താ പറയുക, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് എന്നുള്ളതാണ്. എന്തിനെ? ഈ സിഗ്നലിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പമിൻ ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നമ്മൾ പൊതുവെ ഡോപ്പമിൻ റിലീസിനെ പറ്റി ഒരു റിവാർഡിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടുന്നു എന്നൊക്കെ തോന്നിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ അസറ്റൈൽ കൊളൈൻ, ഈ ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉദാഹരണമാണ്. ആൻഡ് സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദി ഇമ്പൾസ്. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ദിശയിൽ തന്നെ ഇമ്പൾസ് ക്യാരി ഡൗൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരെ കണക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇമ്പൾസ് അവിടെ പോയിട്ട് തിരിച്ചു പോകുന്ന സാഹചര്യമൊക്കെ വന്നേക്കാം. അങ്ങനെയൊന്നും ഉണ്ടാവും. ഒരേ ഡയറക്ഷനിൽ ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സിനാപ്സ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ജംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? റൈറ്റ്. A synapse is formed by the membranes of the presynaptic neuron and the postsynaptic neuron, which may or may not be separated by a gap called a synaptic cleft. മിക്കവാറും എല്ലാത്തിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. എന്നാൽ അത് നിർബന്ധമില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് തന്നെ, വലിയൊരു ഗ്യാപ്പ് വേണം എന്നുള്ള നിർബന്ധമില്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ മിക്കവാറും സിറ്റുവേഷനുകളിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് കാണാനായിട്ട് സാധിക്കും. ആ ഗ്യാപ്പിന് വിളിച്ച പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ വേഴ്സസ് കെമിക്കൽ സിനാപ്സ്. ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസ്. ഇലക്ട്രിക്കൽ സിനാപ്സ് ആണെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻസ് ആർ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. ഇലക്ട്രിക് സിനാപ്സ് ആണെങ്കിൽ പ്രീയും പോസ്റ്റ് സിനാപ്റ്റിക്, അതായത് നമ്മുടെ സിനാപ്റ്റിക് നോബും അതുപോലെ ഡെൻഡ്രൈറ്റിൻ്റെയും ഏരിയാസ് അവർ വളരെയധികം ക്ലോസ് ആയിരിക്കും. ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് സിനാപ്സ് ആണെങ്കിൽ, അതൊരു ഇലക്ട്രിക്കൽ സിനാപ്സ് ആണെങ്കിൽ. കെമിക്കൽ സിനാപ്സ് ആണെങ്കിൽ അവർക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അവിടെ ഉണ്ടാവും. കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് സിനാപ്സുകൾ ഇലക്ട്രിക്കൽ സിനാപ്സും ഉണ്ട്, കെമിക്കൽ സിനാപ്സും ഉണ്ട്. ഇലക്ട്രിക്കൽ സിനാപ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ നല്ല ജോയിൻറ്റ് ചെയ്തായിട്ട് ഇരിക്കുക. അതായത് നമ്മൾ ഈ പറയുന്ന സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്ന ഗ്യാപ്പ് അവിടെ കാണൂല. മെംബ്രെയിൻസ് പരസ്പരം ക്ലോസ് ആയിട്ടിരിക്കും. അതുവഴി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും, ഇലക്ട്രിക്കലി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. എന്നാൽ കെമിക്കൽ ട്രാൻസ്മിഷൻ വരുന്ന സിറ്റുവേഷനിൽ, കെമിക്കൽ സിനാപ്സ് വരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അവിടെ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്. ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വഴി ന്യൂറോ ട്രാൻസ്മിറ്റ് സെക്രീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതാണ് ഗ്യാപ്പിൻ്റെ കാര്യത്തിൽ. ട്രാൻസ്മിഷൻ്റെ കാര്യം നോക്കിയാൽ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു അനദർ. കണ്ടോ, അതായത് ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ കറണ്ട് നേരെ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്ത് പോകും. അതുകൊണ്ട് അവരെ ടച്ച് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കെമിക്കലിൻ്റെ സഹായത്തോടു കൂടിയാണ് കെമിക്കൽ സിനാപ്സിൽ ട്രാൻസ്മിഷൻ നടക്കുക. സ്പീഡ്, ഈ ഇലക്ട്രിക്കൽ കണക്ടിവിറ്റി വളരെ ഫാസ്റ്റർ ആയിരിക്കും. കെമിക്കൽ സിനാപ്സ് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആണ്. ഇലക്ട്രിക്കൽ സിനാപ്സിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെമിക്കൽ സിനാപ്സ് സ്ലോവർ ആണ്. കാരണം എന്താ? മറ്റത് ഫാസ്റ്ററാണ്, എല്ലാം കണക്ട് ചെയ്തിരിക്കുക. ഇവിടെയാണെങ്കിലോ ഇവിടെ സിനാപ്റ്റിക് നോബ് വരണം, സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യണം, അതിലൂടെ സിഗ്നൽ അവിടെ കിട്ടുകയാണ് വേണ്ടത്. താമസിക്കും. ഇതങ്ങനെയല്ല, ന്യൂറോണുകൾ പരസ്പരം കണക്റ്റഡ് ആണ്. ഇലക്ട്രിക്കലി സിഗ്നലുകൾ ഫാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സ് ആണോ കെമിക്കൽ സിനാപ്സ് ആണോ ഫാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ്. ഒക്കറൻസ് നമ്മുടെ സിസ്റ്റത്തിൽ വളരെ റെയർ ആയിട്ടാണ് ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ കാര്യത്തിൽ കെമിക്കൽ സിനാപ്സ് ആണ്. ഓക്കെ, അപ്പോൾ റെയർ സിറ്റുവേഷനാണ് ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ടാകുന്നത്. കോമൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ സിനാപ്സ് ആണെന്നുള്ളതാണ്. ഇതേപറ്റിയൊക്കെ പലതും നമ്മൾക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഹ്യൂമൻസിന് ഇന്നും ഹ്യൂമൻ ബോഡിയിൽ ഈ പറയുന്ന പല ഏരിയാസുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറികളും പല സീക്രട്സും ഇന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ, റൈറ്റ്.
കെമിക്കൽ സിനാപ്സിൽ നടക്കുന്ന ആ ഒരു ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? An impulse arrives at the axon terminal. It stimulates the movement of synaptic vesicles towards the membrane where they fuse with the plasma membrane. Synaptic vesiclesനെ മെംബ്രെയിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അതിനെ ഫ്യൂസ് ചെയ്യിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് ഇൻ ദ സിനാപ്റ്റിക് ലെഫ്റ്റ്. അത് അവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യിക്കും. ദ റിലീസ്ഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു സ്പെസിഫിക് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഓൺ ദി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഡെൻഡ്രൈറ്റിൻ്റെ ആ ഒരു പോർഷനിൽ വന്നിട്ട് എന്താ സ്പെസിഫിക് റിസപ്റ്റേഴ്സുമായിട്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ചെയ്യും. This binding opens ion channels allowing the entry of ions that generates a new potential. ആ ബൈൻഡിങ് അവിടെ ഒരു അയോൺ ചാനൽ ക്രിയേറ്റ് ചെയ്യും. അയോൺ എന്ന് പറഞ്ഞാൽ ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ചാർജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അവിടെ തുറന്നു കൊടുക്കും. അതുവഴി ചാർജുകൾ ജനറേറ്റ് ചെയ്ത് പുതിയൊരു പൊട്ടൻഷ്യൽ ഈ രണ്ടാമത്തെ ന്യൂറോണിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ദ ന്യൂ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് മേ ബി എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് കാരണമോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ന്യൂറോണിൽ എന്ന രീതിയിലോ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ബട്ട് എനി ഹൗ പൊട്ടൻഷ്യൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ആ പൊട്ടൻഷ്യൽ പിന്നെ അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തോളുന്നതാണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്ത് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ്. അടുത്ത സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത് ഈ പരിപാടികൾ അവിടെയും നടക്കും. അതുപോലെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും. കൂടുതലും നമ്മുടെ ഈ കെമിക്കൽ സിനാപ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക എന്നുള്ളതുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്. യെസ്, വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ഇനി നമുക്ക് ബ്രെയിൻ പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. നെർവ് സെല്ല് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് വരെയുള്ള കാര്യമാണ് നമ്മളൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ കൺഫ്യൂഷനൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട അവസ്ഥകളൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം അടുത്തൊരു കണ്ടൻറ്റുമായി കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.